മീരെ, ആവശ്യമില്ലാത്ത വഴക്കിന് വരല്ല്. നോലിന് എന്താടി ഒരു കുഴപ്പം? അമ്മ എന്തോരുമാതിരി ഒന്നും അറിയാത്ത കൂട്ട് സംസാരിക്കുന്നേ. അമ്മയ്ക്ക് എന്റെ റമീസിന്റെ റിലേഷൻഷിപ്പിനെ പറ്റി അറിയാവുന്നതല്ലേ? അച്ഛൻ എന്നോട് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞേ റമീസിന്റെ കാര്യം നടക്കില്ലെന്ന്. പിന്നെ നീ എന്തിനാ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നടക്കില്ല മോളെ. എന്നാ നോയലിന്റെ കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇതെന്റെ ജീവിതമാണ്. അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ വാശിക്ക് എനിക്ക് തുള്ളിത്തരാൻ പറ്റത്തില്ല. ദേണ്ട മീരെ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കുക. അച്ഛൻ വന്നാ ഇങ്ങനെ ആയിരിക്കില്ല നിന്നോട് സംസാരിക്കാൻ പോന്നെ. നിങ്ങളെന്താ ആരും എന്നെ ഒന്നും മനസ്സിലാക്കാത്തേ? ഞാനും റമീസും ആണെങ്കിൽ 1 വർഷത്തെ പരിചയമെങ്കിലും ഉണ്ട്. കൊച്ചിലെങ്ങാണ്ട് കണ്ട ഒരു നോളിനെ ഞാൻ എങ്ങനെ കെട്ടും? നീ പറയുന്ന റമീസിനെ ഞങ്ങൾ കണ്ടിട്ട് കൂടിയില്ല. എങ്ങനത്തെ പയ്യനാണ് ആർക്കറിയാം? നോയൽ അമ്മ നമുക്കെല്ലാവർക്കും പരിചയമുള്ള പയ്യനല്ലേടി. നല്ലൊരു പയ്യനാ, നിനക്ക് ചേരും. എന്തായാലും റമീസിന്റെ കാര്യം നടക്കാൻ പോകുന്നില്ല. അച്ഛൻ എന്തായാലും സമ്മതിക്കില്ല. നീ അത് മറക്കുന്നേ നല്ലത്. പുല്ല് എന്താന്ന് വെച്ചാ കാണിക്ക്. എന്റെ ജീവിതം തൊലയുമ്പോ നിങ്ങൾക്കൊക്കെ സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ഓ, ഇങ്ങനൊരു സാധനം. പിന്നെ നാളെ ഈവനിങ് നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോകും. എങ്ങും മുങ്ങിയേക്കല്ല്. വൈകുന്നേരം ഇവിടെ കാണണം നീ. ഓ, അങ്ങയുടെ ഉത്തരവ് പോലെ. ഇതെങ്ങനെങ്കിലും മുടക്കിയേ പറ്റത്തുള്ളൂ. റമീസിനെ ഒന്ന് വിളിച്ചു നോക്കാം. The number you're calling is currently switched off. Please try later. ഇന്നലെ തൊട്ട് ഫോൺ ഓഫാക്കി വെച്ചേക്കുക. ഈ ഫോൺ ഓഫാക്കിയിട്ട് ഇവൻ ഏത് പാതാളത്തിൽ പോയി കിടക്കുമെന്ന് ആർക്കറിയാം. എന്താ ചേച്ചി, നീ എന്താ ഒരുമാതിരി വാലിന് തീ പിടിച്ചോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നേ? ഇതേണ്ട പെണ്ണെ, മനുഷ്യനെ ഒന്നാമത് വട്ടുപിടിച്ചിരിക്കുക. എന്റെ കയ്യിൽ മേടിക്കാതെ പോവാൻ നോക്കിക്കേ. നീ ചൂടാവുന്ന എന്തിനാ? എന്താ പറ്റിയേ? അതറിയാനല്ലേ ചോദിച്ചേ? ഇല്ല, അമ്മയുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോനില്ലേ നോയല്, അവനുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന്. അങ്ങേർക്കെങ്ങാനും എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ കല്യാണം എന്തായാലും നടക്കും. റമീസിന്റെ കാര്യം പറഞ്ഞിട്ട് അമ്മയും അച്ഛനും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഞാൻ ഇനി എന്തോ ചെയ്യും? എന്റെ ചേച്ചി, എന്നാ നീ ആ റമീസിനെ വിളിച്ചൊന്ന് സംസാരിക്ക്. അതിന് ഫോൺ വിളിച്ചിട്ട് അമ്മ ആക്രിത്താലും ഫോൺ എടുക്കണ്ടേ? സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കോ. ഇന്നലെ മുതൽ എന്തോ തേങ്ങ കാണിക്കാൻ എവിടെ പോയേക്കോ എന്ന് ദൈവത്തിനറിയാം. പിന്നെ ശിവ, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇവൻ എന്നെ പറ്റിക്കുവാണോന്ന്. അത് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ. അവൻ ആദ്യം കണ്ടപ്പോഴേ അവനെന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന്. അപ്പൊ നീയല്ലേ പറഞ്ഞേ നല്ലവനോ സ്നേഹമുള്ളവനാ അങ്ങനാ ഇങ്ങനാന്നൊക്കെ. അവൻ ഫ്രോഡാന്ന് എനിക്ക് അന്നേ തോന്നിയതാ. ആ കരിനാക്കെടുത്ത് വളയ്ക്കാതെ ശിവ. ചേടാ, ഇപ്പൊ ഞാൻ പറഞ്ഞായോ കുറ്റം? ഞാൻ ഒന്നും പറയുന്നില്ലേ. നോക്കാം. എന്തായാലും നാളെ പോയി സംസാരിച്ച് നാളെ തന്നെ കല്യാണം നടത്താൻ പോകുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. എന്തായാലും റമീസ് വിളിക്കാതൊന്നിരിക്കില്ല. അതന്നെ, എന്തായാലും നമുക്ക് നോക്കാം. അവിടെ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവിടെങ്ങാനും ചെന്ന റമീസിന്റെ പേര് നീ മിണ്ടിയാ, ഈ കല്യാണം എങ്ങാനും നീ കാരണം മുടങ്ങിയാ, ഏത് പാതാളത്തിൽ ചെന്നായാലും അവനെ കണ്ടുപിടിച്ച് അവനെ ഞാൻ കൊന്നിരിക്കും. പറഞ്ഞേക്കാം ഇപ്പോഴേ. നോയല നിനക്ക് പറ്റിയ ചെറുക്കനാണ്. ഈ കല്യാണം നടക്കും മീരെ, ഇല്ലെങ്കിൽ ഞാൻ നടത്തിയിരിക്കും. അല്ലേലും ഇതിന് സമ്മതിക്കാതെ എനിക്ക് വേറൊരു ചോയ്സ് ഇല്ലല്ലോ. ആ നോയൽ എന്ന് പറയുന്നവൻ എന്റെ കഴുത്തിൽ താലി കെട്ടുവോ അല്ലെങ്കിൽ എന്റെ കഴുത്ത് വെട്ടുവോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ഞാൻ ഇനിയൊന്നും പറയാൻ വരുന്നില്ല. എന്റെ ജീവിതം കൊഞ്ഞാട്ടായി പണ്ടാരോടങ്ങട്ടെ. അപ്പൊ നിങ്ങക്ക് സമാധാനം കിട്ടുമായിരിക്കുമല്ലോ. ഡി മിണ്ടായിരിക്കടി. ഇങ്ങനെയാണോ അച്ഛനോട് സംസാരിക്കുന്നേ? അല്ലേലും എനിക്കൊരു പട്ടിയുടെ വില പോലും ഇല്ലല്ലോ. നിങ്ങൾക്ക് വില തരുന്നുണ്ടല്ലോ എല്ലാം സമ്മതിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പം വരുന്നേ. അല്ലെങ്കിൽ റെസ്പെക്റ്റും വാല്യൂ ഒക്കെ ചോദിച്ച് മേടിക്കാനുള്ളതല്ല, കൊടുക്കാനുള്ളയാ. പെണ്ണെ, നീ എന്നെ ഇന്ന് മേടിക്കും. അവിടെ ചെന്നിട്ട് നീ ഇങ്ങനെ സംസാരിക്കാനോ ഭാവമെങ്കിൽ നിന്റെ വായി ഞാൻ ടേപ്പൊട്ടിക്കും. ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്നെ വായില് ഇവിടുന്നേ ടേപ്പൊട്ടിക്കുന്നേ നല്ലത്. അവിടെ ചെന്ന് എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കണ്ടുകഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഓ, എന്തൊരു സാധനം ഇത്! ആ ശിവാനി എന്തിയേ? ഡീ ശിവ, വാടി ഇങ്ങോട്ട്. നിന്റെ പെണ്ണുകാണല്ല, നിന്റെ ചേച്ചിയുടെ പെണ്ണുകാണല്ല. അവളുടെ ഒരുക്കം കണ്ടാത്തൊന്നും അവളുടെയാന്ന്. ആരും കിട്ടിയില്ലെങ്കിൽ എന്റെ മണ്ടയ്ക്കോട്ടങ്ങ് കേറിക്കോണം. 3 എണ്ണം ഒന്ന് ഇറങ്ങോ. ഇനി ബാക്കി നമുക്ക് വണ്ടി ഇരുന്ന് അടി ഉണ്ടാക്കാം. ഇതാണ് അച്ഛാ, അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ വരൂല കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. എന്തുവാ ശിവമോളെ ഇത്? നീയും നിന്റെ അമ്മയുടെയും ചേച്ചിയുടെയും കൂട്ടി അച്ഛന്റെ ഉയരെടുക്കാൻ പോവാ? എഴുന്നേറ്റ് വാടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അച്ഛൻ കോലുട്ടാൻ മേടിച്ചേരാ നിനക്ക്. ശരിക്കും മേടിച്ചേരും? എന്നാ സ്ട്രോബെറി തന്നെ നോക്കി മേടിക്കണേ. അച്ഛൻ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാം. എല്ലാം എന്തോ വായി നോക്കി നിക്കോ? വണ്ടിയെ കയറാൻ നോക്ക്. ആഹാ, നിങ്ങൾ എത്തിയായിരുന്നോ? എന്താ പറ്റി ലേറ്റായി? 5 മണിക്ക് വരാന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ 6 മണിയായി.
എന്റെ പൊന്ന് സാറേ ഇതുങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി ഇറങ്ങാണ്ടായോ? പിന്നെ വഴിയിലാണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കും. ബാമേനോനെ നമുക്ക് പോയി നമ്മുടെ പണി നോക്കാം. പിന്നെ സാറേ നോയലിനോട് വന്ന് കൊച്ചിനോട് സംസാരിക്കാൻ പറ. അവര് സംസാരിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു തീരുമാനം എടുക്കാൻ. ചായ അവൻ റൂമിലുണ്ട്, അവൻ ഇപ്പൊ ഇങ്ങ് വരും. രണ്ട് എങ്ങോട്ട് പോവാന്നൊക്കെ എനിക്കറിയാം. ദണ്ടേ നമുക്ക് വീട്ടിൽ പോകാനുള്ള. സമല ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ലക്ഷ്മിയെ. ഞങ്ങളെന്നാ പോവാ. മീരെ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആവശ്യമില്ലാത്ത ഒന്നും നീ നോയലിനോട് പറഞ്ഞേക്കല്ലേ. ഇങ്ങോട്ട് വാടാ. നീ അവിടെ എന്തോ നോക്കി നിൽക്കുവോ? ഞാൻ ദേ വരുവാ. മോളെ കൂക്കി, നീ വന്നായിരുന്നോ? ദാണ്ട ലക്ഷ്മി ആന്റി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പനും അങ്കിളും കൂടെ ഒന്ന് പുറത്ത് പോവാ. ദാണ്ട ശിവയായിട്ട് വഴക്കിനൊന്നും പോവാതെ നല്ല കൊച്ചായിട്ടിരിക്കണേ. അറിയാലോ, നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അമ്മ എന്നെ പറയൂ. അവൾ എന്നെ ചൊറിയാൻ വരാതിരിക്കുവാണെങ്കിൽ ഞാനൊന്നിനും പോവില്ല. പക്ഷെ ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. ഇല്ല മോളെ, അവള് നിന്റെ അടുത്തൊന്നിനും വരില്ല. കൂടെ മീര ഉണ്ടല്ലോ, പിന്നെ ഒന്നിനും അങ്ങോട്ട് പോയിരുന്നാ മതി. ശരി അങ്കളെ, എന്നാ നിങ്ങളല്ലേ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. മോള് വന്നേ ഉള്ളോ? എന്ത് പറ്റി താമസിച്ചു? അതെങ്ങനെ അമ്മേ, കണ്ടമാരോടൊക്കെ കറങ്ങിത്തിരിഞ്ഞ് വീട്ടിൽ കയറുമ്പോഴത്തേക്ക് ഈ സമയമാവും. ശിവ വായടയ്ക്ക്. നിന്നോട് ഞാനൊരു അഭിപ്രായം ചോദിച്ചില്ല. അത് സാരമില്ല ആന്റി, വിട്ടേരെ. വിവരമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമല്ല. കോളേജ് കഴിഞ്ഞിട്ട് ഞാനെന്നും ബോക്സിംഗ് പ്രാക്ടീസിന് പോകും. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വീട്ടിൽ കയറുമ്പോൾ ഈ സമയമാവും. കണ്ടോ, അങ്ങനെ വേണം പെമ്പിള്ളാരായ. കൂക്കി, എന്നാ നീ ചെന്നേ നോയലിനോട് താഴോട്ട് വരാൻ പറ. ഇപ്പം വരാന്ന് പറഞ്ഞ് പോയ ആളാ, കാണുന്നില്ല. അമ്മേ, ഇച്ചയോട് പറഞ്ഞേക്ക താഴോട്ട് വരാൻ. ദേണ്ട ശിവ, അവള് നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു വന്നോ? ചുമ്മാ കേറി ചൊറിയല്ലേ. അവള് പറഞ്ഞു കേട്ടില്ല, എനിക്ക് വിവരമില്ലെന്ന്. നീ എന്തിനാ അവളെ ചൊറിയാൻ പോയേ? അതല്ലേ അവളങ്ങനെ പറഞ്ഞേ. നോയലെ, ഇതാ മീര. ഇവനാണെങ്കിൽ ഇന്നലെ എന്നോട് മീരയുടെ ഫോട്ടോ ചോദിച്ചായിരുന്നു. കൊച്ചിലേം കണ്ടല്ലേ, മുഖമൊക്കെ മറന്നു. ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ടാ മതി. നീ എന്നാ നിങ്ങള് പോയി സംസാരിച്ച പിള്ളേരെ. വരൂ മീര. അല്ല സാറേ, ജാസിനിപ്പോ എങ്ങനുണ്ട്? ആളെങ്ങനാ? ഇപ്പൊ മാറ്റമൊക്കെ ഉണ്ടോ? എവിടെന്ന്? പഴയ പോലൊക്കെ തന്നെ. ഈ SD എന്ന് പറയുന്ന കണ്ടീഷൻ അങ്ങനെ പെട്ടെന്ന് മാറുന്നൊന്നുമല്ല. പിന്നെ ചികിത്സിച്ച് മാറ്റാൻ ഇതൊരു അസുഖമല്ലല്ലോ. അവൻ ഇങ്ങനാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത്ര തന്നെ. നിന്നോടെങ്ങനെ അവൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമോ നിന്നോട്? ഇല്ലടി, അവൻ എന്നോട് സംസാരിക്കത്തൊന്നുമില്ല. പിന്നെ അവനെയും കുറ്റം പറയാനൊക്കത്തില്ല. അവനെന്തോ വലിയ അസുഖമാണെന്നുള്ള രീതിയിലല്ലായിരുന്നു ഞാൻ ആദ്യമൊക്കെ ബിഹേവ് ചെയ്തേ. അവൻ്റെ മനസ്സിൽ അതൊക്കെയുണ്ട്. പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ അവൻ ആകെ വാ തുറന്ന് കൂക്കിയോട് മാത്രം എന്തെങ്കിലും ഒന്ന് പറയും. അതെങ്കിലും ഉണ്ടല്ലോ എന്നൊരു സമാധാനം. ഓ, കൂക്കിയെ ഇഷ്ടമാണല്ലേ? അവനെങ്ങനെ കൂക്കിയോട് നിൽക്കുന്നേ? ജാസിന് കൂക്കിയോട് വലിയ കാര്യമൊക്കെ തന്നെ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൻ കൂക്കിൽ ഒത്തിരി ഡിപ്പെൻഡ് ആവുന്ന പോലെ. ഇപ്പം അവൻ പുതിയൊരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൂക്കി കൊണ്ടുപോയി ഫുഡ് കൊടുത്താലേ അവൻ കഴിക്കും, ഇല്ലെങ്കിൽ അതുവരെ അവൻ പട്ടിണി ഇരിക്കും. നമുക്ക് ജാസിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണ്ടേ? ഇപ്പം ജീവിതകാലം മൊത്തം കൂക്കി കാണും അവൻ്റെ കൂടെ. കൂക്കിക്കും വേണ്ട ഒരു ജീവിതം. എനിക്കറിയില്ല ലക്ഷ്മി, അവൻ്റെ ഈ കണ്ടീഷനൊക്കെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വേണ്ടേ? നമുക്ക് നോക്കാം, ആരെങ്കിലും വരാതിരിക്കില്ല. അയ്യോ, ഇപ്പോഴോർത്തെ ജാസ് ചായ കുടിച്ചിട്ടില്ല. കൂക്കിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കൂക്കിയേ, ഇച്ചയ്ക്ക് ചായ എടുത്തു കൊടുത്തേ. ഇച്ച എതിരും ചായ കുടിച്ചില്ലേ അമ്മേ? അവൻ പിന്നെ നീ കൊടുത്താലല്ലേ കുടിക്കൂ. ചെന്നെടുത്ത് കൊടുക്ക്. ചായ ഇപ്പൊ ആറ് തണുത്ത് കാണും, ഒന്ന് ചൂടാക്കിയാരെ. അമ്മേ, ഞാൻ കഴിക്കുക, ഇപ്പൊ എടുത്തു കൊടുക്കാവേ. കേറ്റ്. കോളേജ് അടി ഉണ്ടാക്കാനുള്ളതല്ലേ ഗുണ്ട ജൂണിന്. കുറച്ചുകൂടെ മസിൽ ഉരുട്ടി കേറ്റ്. പെണ്ണെ, അവിടെ വായ അടച്ചിരുന്നോണം. ചുമ്മാ അങ്ങ് വഴക്കിന് ചെന്നോളൂ. അവള് പറയട്ടെ ആന്റി, സത്യം പറഞ്ഞ കോളേജിൽ നിന്ന് എന്റെ കൈക്ക് അവൾക്ക് നല്ലത് കിട്ടുന്നുണ്ട്. അതിന്റെ ചൊറിച്ചിലാ. അങ്ങ് തീർത്തോട്ടാ ചൊറിച്ചിലവള്. കുറച്ച് ബോക്സിങ് അറിയാവുന്ന എന്റെ ഷോ അല്ലേടി നിനക്ക്? അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മോളെ. കുക്കിയെ, ഇച്ചയ്ക്ക് ചായ എടുത്തു കൊടുക്കാൻ നിന്നോടല്ല ഞാൻ പറഞ്ഞേ. പൊടി. നീ പറയടി, അഭയമോൻ എന്ത് പറയുന്നു? അവന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? കാനഡയിലല്ലായിരുന്നോ? കാനഡയിൽ തന്നെ. അവന്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി മിക്കവാറും അടുത്ത മാസം വരുമെന്നാ പറഞ്ഞേ.
എന്താടോ മീരെ താനൊന്നും മിണ്ടാത്തേ? എന്നെ ഇഷ്ടായില്ലെന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം കേട്ടോ. ഏയ് അങ്ങനൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് ഒരാളോട് മിണ്ടാൻ കുറച്ച് പാടാ. ഞാനൊരു ഇൻട്രോവേർട്ട് ടൈപ്പാ. അല്ലാതെ വേറൊന്നും കണ്ടല്ല. ഞാൻ എല്ലാരോടും ഇങ്ങനൊക്കെ തന്നെ. ആ എന്നാ ഓക്കെ. ഞാൻ വിചാരിച്ചിനി തനിക്ക് കല്യാണത്തിന് താല്പര്യം കാണില്ല, അതുകൊണ്ടാവും എന്നോട് മിണ്ടാത്തേന്ന്. ഏയ് അങ്ങനൊന്നുമില്ല. എനിക്ക് തന്നെ ഇഷ്ടമായി. ഞാൻ വീട്ടില് എനിക്ക് നിന്നെ ഇഷ്ടമായെന്ന് തന്നെ ഞാൻ പറയാൻ പോവാ. മീരയുടെ അഭിപ്രായം എന്താ? മീര എന്താണ് പറയാൻ പോകുന്നത്? മീരയ്ക്ക് എന്നെ ഇഷ്ടമായോ? അതിനെനിക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ. എന്താ മീര താനൊന്നും പറയാത്തേ? ഏയ് എനിക്ക് സമ്മതമാണ്. നോയല് വീട്ടിൽ ഓക്കെ പറഞ്ഞോളൂ. ഇടയ്ക്കൊക്കെ ഞാൻ ഡേറ്റിന് പോകാൻ വിളിക്കും. താൻ വരണം. എന്നാലേ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയൂ. കല്യാണത്തിന് മുൻപ് തന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കണം. ഓക്കെ നോയൽ, എന്നാ ഞാൻ താഴോട്ട് പോയിക്കോട്ടെ. ആടോ, പിന്നെ തന്റെ ഫോൺ നമ്പറും തരുമോ? എന്തു അച്ഛത്? ഇച്ച എന്താ ചായ കുടിക്കാഞ്ഞേ? ഇനി അമ്മ കൊണ്ട് തരുവാണെങ്കിൽ കുടിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ ഇച്ച കേൾക്കും, എനിക്കറിയാം. ഇച്ച എന്നോട് പിണക്കത്തില്ല. ബോക്സിംഗ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അതാ താമസിച്ചേ. ഇച്ചേ എന്നോട് സംസാരിക്ക്. നീ കഴിച്ചായിരുന്നോ? ആ ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെ മിൽക്കിക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നോ? ഇങ്ങത്താ, ഞാൻ അവനൊന്ന് വോക്കിന് കൊണ്ടുപോയിട്ട് തരാം. വൈകാതെ തിരിച്ചു കൊണ്ട് തരണം. ഒരു 10 മിനിറ്റ് ഇതാ പെട്ടെന്ന് കൊണ്ടുതരാം. ആ ആൽവിൻ മോനെ, നീ വന്നോ? എന്തു പറ്റി? ഇന്ന് ഒത്തിരി താമസിച്ചല്ലോ. ദേ അത്താഴം കഴിക്കാൻ സമയമായി. ഞങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാട്ടോ. അച്ഛനും ഓയിലൊന്നും ഉച്ചയ്ക്ക് തന്നെ അങ്ങ് പോകുന്നില്ലേ? എല്ലാം പിന്നെ എന്റെ തലയിലായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ടൈമായി. നിങ്ങൾക്ക് അത്താഴം കഴിച്ചുകൂടായിരുന്നോ? എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നല്ലോ. അത്താഴം എല്ലാരും ഒരുമിച്ച് കഴിക്കാവുന്ന സാമലിച്ചായന്റെ ഒരു ചിട്ടയല്ലേ? അതിപ്പോ ബാക്കിയുള്ളവർക്കും ശീലമായി. നീ വരട്ടെ എന്ന് എല്ലാരും പറഞ്ഞു. ശരി, അമ്മ ഫുഡ് എടുത്ത് വെക്ക്, ഞാനിപ്പം വരാം. കുക്കിയേ ഇങ്ങോട്ടൊന്ന് വന്ന മോളെ. ആൽവിൻ വന്നു. ദേ അത്താഴം എടുത്ത് ഡൈനിങ് ടേബിളിലോട്ടൊക്കെ ഒന്ന് വെച്ചേ. ആ അമ്മേ, ഇതാ വരുന്നു. ഇപ്പൊ എടുത്തു വെക്കാം. അല്ല അമ്മ ഇതെങ്ങോട്ട് പോവാ? ജാസിനോടെ മറ്റേ തെറാപ്പി സെഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് സംസാരിച്ചിട്ട് വരാം. ആ ഇപ്പം തന്നെ അങ്ങോട്ട് കയറി ചെന്ന് കൊടുക്ക്. ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? ഇച്ചയ്ക്ക് തെറാപ്പി വർക്ക് ആവില്ല എന്ന് അറിഞ്ഞൂടെ അമ്മയ്ക്ക്? തെറാപ്പി സെഷൻ വഴി കെയർ ചെയ്യാൻ ഇത് ഡിപ്രഷൻ പോലത്തെ കാര്യമൊന്നും അല്ല. ASD എന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണ്. ഇറ്റ് കാൺ ബി ക്യൂർഡ് ബട്ട് ക്യാൻ ബി മാനേജ്ഡ്. ശരിയാ, തെറാപ്പി സെഷനൊക്കെ അറ്റൻഡ് ചെയ്തതിനെ കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഫോഴ്സ്ഡ് തെറാപ്പി വിൽ നെവർ വർക്ക്. അതുകൊണ്ട് ഇച്ചയെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോയാലും ആ തെറാപ്പി സെഷനും കൊണ്ട് ഒരു ഗുണവും ഇച്ചയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ ഇച്ച എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് മാനേജ് ചെയ്ത് പോവുക. ഒട്ടും പറ്റില്ല എന്നാകുമ്പോൾ ഇച്ച നമ്മളോട് തന്നെ പറയും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം. ഇപ്പം തൽക്കാലത്തേക്കൊന്നും വേണ്ട. ദേ കുക്കി, എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. നീ എല്ലാം എടുത്തു വെക്കുക ഞാൻ പറഞ്ഞ പോലെ. ചുമ്മാ ഇച്ചയെ പോയി പ്രവോക്ക് ചെയ്യല്ലേ. ആരോട് പറയാൻ? യഥാസമയം ആ സാധനത്തിനെ മടി വെച്ചോണ്ടങ്ങ് ഇരുന്നാ മതിയല്ലോ എൻ്റെ അകത്ത്. ആർക്കും ഒരു ഗുണവും ഇല്ലാത്തൊരു ജന്മം. വെയിറ്റ്, അങ്ങനെ ഉപകാരമില്ലാന്നൊന്നും നിന്നെ തീർത്തും പറയാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം വരുമ്പോൾ നിന്നെയാണല്ലോ ഞാനെടുത്ത് പെരുമാറാറ്. നീ ആരോടും സംസാരിക്കാത്തോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. എത്ര തല്ലിയാലും ആരും അറിയാൻ പോകുന്നില്ല ഞാൻ നിന്നെ എന്തുവാ ചെയ്യുന്നേന്ന്. ഇനി അങ്ങോട്ടും നീ എൻ്റെ അടിയിടിയൊക്കെ കൊണ്ടോണം. ഇപ്പൊ ഇച്ചിരി കൂക്കിയായിട്ട് അടുപ്പം കൂടുതലാ. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇന്നെന്തോ എൻ്റെ മൂഡ് തീരെ ശരിയല്ല. ഇന്നത്തേക്ക് ഇത്ര മതി.
ഇച്ചയോട് സംസാരിച്ചിട്ട് ഇച്ച എന്ത് പറഞ്ഞമ്മേ? ആസ് യൂഷ്വൽ തെറാപ്പി ഒന്നും വേണ്ടാന്ന് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ പിന്നൊന്നും പ്രത്യേകിച്ച് കൂടുതൽ പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞല്ലേ പോട്ടെ, സാരമില്ല. എന്നാൽ ഞാൻ പോയി ഇച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് വരട്ടെ? വേണ്ട, നീ അങ്ങോട്ട് പോവണ്ട. ആരോടും റൂമിലോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഫുഡ് അവന് വേണ്ടാന്ന്. നീ ചെല്ലണ്ട അങ്ങോട്ടിനി. ഇച്ച അങ്ങനെ പറഞ്ഞോ? എന്നോടും പോവണ്ടെന്ന് പറഞ്ഞു? ആ പറഞ്ഞു. നീ പോവണ്ട എന്തായാലും. എന്തു പറ്റിച്ചേ? അമ്മ എങ്ങനെ പറഞ്ഞത് ഇറിറ്റേഷനായോ? അമ്മ ഇച്ച ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട്, അതാ. ഇച്ച എന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ടെ? ഇച്ച അമ്മയോട് ദേഷ്യപ്പെട്ടത് അമ്മയ്ക്ക് ഒത്തിരി സങ്കടമായി. ഇനി ഇച്ച അമ്മയെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇച്ചയോട് മിണ്ടില്ല. ഇവിടുന്ന് പോകൂക്കി. ഇച്ചയ്ക്ക് ദേഷ്യം വന്നാലും സാരമില്ല. അമ്മ വിഷമിപ്പിക്കുന്ന രീതിക്ക് സംസാരിക്കാൻ ഒക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്നോടല്ല പോവാൻ പറഞ്ഞ ഞാൻ. ആരും എന്നെ മനസ്സിലാക്കില്ല, ആരും എന്നെ വിശ്വസിക്കുകയില്ല. കൂക്കി എന്നെ തെറ്റിദ്ധരിച്ചു. മിൽക്കി, യു ആർ ദി ഓൺലി ടെമ്പററി എസ്കേപ്പ് ഐ ഹാവ് ഫ്രം ദിസ് ഹെൽ. പ്ലീസ് ഡോണ്ട് ലീവ് മീ അലോൺ. കുക്കി, കോളേജിൽ പോകുന്നതിന് മുന്നേ ജാസിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തിട്ട് പോയിക്കേ. ഒരു നേരം ആഹാരം കഴിച്ചില്ലെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ലേറ്റായി, എനിക്ക് കോളേജിൽ പോകണം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ തന്നെ ഉച്ചയ്ക്ക് എടുത്ത് കൊടുക്ക്. കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ, അല്ലെങ്കിൽ കഴിക്കണ്ട, അത്ര തന്നെ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്താ പറ്റി? അവനായിട്ട് വഴക്കിട്ടോ? അതെന്ത് വർത്താനാ കുക്കി? അവൻ നീയായിട്ട് കംഫർട്ടബിൾ ആയോണ്ടല്ലേ നീ കൊടുക്കുമ്പോ മാത്രം കഴിക്കുന്നേ. എന്നിട്ട് നീ ഇങ്ങനാണോ പറയണ്ടേ? ജാസൻ ഫുഡ് എടുത്ത് കൊടുക്ക്, ചെല്ല്. കോളേജിൽ പോകാൻ ലേറ്റ് ആവുക, ഞാൻ പോവാ. ഇതെന്ത് പറ്റിയമ്മേ? അവർ രണ്ടുപേരും വഴക്കായോ? എനിക്കറിയാൻ പാടില്ല. നീ കഴിച്ചിട്ട് ഓഫീസിൽ പോവാൻ നോക്ക് ചെക്ക. ഇച്ചായനും നോയലും തേണ്ടി ഇപ്പൊ ഓഫീസിൽ എത്തി കാണും. നിന്നോട് പെട്ടെന്ന് എല്ലാം പറഞ്ഞു. ശരി, എന്തായാലും അമ്മ ജാസിനുള്ള ഫുഡ് എടുത്തതാ, കൊണ്ടുപോയി കൊടുത്തു ഒക്കെ. കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ, പട്ടിണിക്കിടാനൊക്കത്തില്ലല്ലോ. ജസേ, ദണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. കൂക്കി കുറച്ച് ബിസി ആയിരുന്നു ഇന്ന്, കോളേജിൽ നേരത്തെ പോകണമായിരുന്നു. അതാ അവള് വരാഞ്ഞ്. ദേ ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്ക്. വേണ്ട, നീ ഇങ്ങനെ ആയാൽ പറ്റില്ല കേട്ടോ. ഫുഡ് കഴിക്കാതിരുന്നാൽ നിനക്ക് വല്ല അസുഖവും പിടിക്കും. എനിക്ക് വേണ്ട, കൂക്കി വരുമ്പോ എടുത്തു തരും. കൂക്കി ഇനി എപ്പം വരാനാ? സന്ധ്യയാവും. നീ അതുവരെ പട്ടിണി ഇരിക്കാൻ പോവാ? ജസ്റ്റ് ലീവ് മീ അലോൺ. ആ മിണ്ടാപ്രാണിക്കെങ്കിൽ എന്തെങ്കിലും എടുത്തു കൊടുക്ക്. അതിനെന്താ അറിയാം. ഞാൻ ഓഫീസിൽ പോകാൻ നോക്കട്ടെ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. വന്ന് ഇവള് പെണ്ണാണോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എന്നാ മസില, ഇങ്ങനെ പെമ്പിള്ളേർക്ക് മസിൽ വരുമോ? ഐഷ്, സോ ഫക്കിംഗ് ഹോട്ട്. പക്ക മോമി മെറ്റീരിയൽ. ഇവളെപ്പോഴ ടാറ്റു കയ്യിലടിച്ചേ? ഞാൻ ഇതിലായിട്ടും കണ്ടില്ലല്ലോ. ഞാൻ നോട്ടീസ് ചെയ്യേണ്ടതാണല്ലോ. ഇവളെ വായി നോക്കി നടക്കുന്നതല്ലേ എൻ്റെ പണി. പക്ഷേ ഇത് ഞാൻ ഇന്നാണല്ലോ കാണുന്നേ. ഐഷ്, കണ്ട് ഞാൻ നോക്കുന്ന കണ്ട്. ദൈവമേ, ഇങ്ങോട്ടാണല്ലോ വരവ്.
സത്യം പറഞ്ഞാൽ നിന്റെ ഊള ടീമിനെ തോപ്പിക്കാൻ ഞാൻ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ പിള്ളേർ തന്നെ ധാരാളം. എന്നാലും നീ എൻ്റെ മുന്നിൽ തോക്കുന്ന കാണാൻ ഒരു സുഖമാ. ഈ പ്രാവശ്യം ഞാൻ ജയിച്ചിരിക്കും, അതെൻ്റെ ഒരു വാശിയാ. നിന്റെ കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം. നീ ഇത്രയും കോൺഫിഡൻസ് ആയ സ്ഥിതിക്ക് നമുക്കൊരു ബെറ്റ് വെക്കാം. ഇന്നത്തെ മാച്ചിൽ ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ 1 മാസത്തേക്ക് നീ എൻ്റെ അസൈൻമെന്റ്സും നോട്ട്സും കാര്യങ്ങളെല്ലാം എഴുതി തരണം. ഇനി നിങ്ങളുടെ ടീമാ ജയിക്കുന്നതെങ്കിൽ നീ പറയുന്ന എന്തും ഞാൻ ചെയ്യും. ഡീലാണോ? ഡീൽ. ബി റെഡി ടു ബി മൈ സ്ലേവ്. Stranded in the open, dried out tears of sorrow, lacking all emotion. What the fuck? റോസേ, നേരെ ചൊവ്വെ കളിക്കാൻ നോക്കും. മാച്ച് പിടിക്കണം നമുക്ക്. ഒന്ന് സമാധാനപ്പെടുവണ്ടേ, നോക്കട്ടെ. To a new tomorrow, moving with the motion, following the light that sets me തേങ്ങാക്കോല, നീയൊക്കെ എവിടെ നോക്കിയാ ബോള് പാസ് ചെയ്യുന്നേ? ദാണ്ട ശിവാനി, ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടുതൽ ഭരിക്കാൻ വരല്ലേ. വി ഓൾ ആർ ട്രൈങ് അവർ ബെസ്റ്റ്. ഇതാണ് നിന്റെയൊക്കെ ബെസ്റ്റ്. ദിസ് ഇസ് ബെസ്റ്റ് വി ക്യാൻ ഡു. നിന്റെ കോണയെന്ന് നിർത്തിയിട്ട് മാച്ചിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക്. ടീമിനുള്ളിൽ അടിയോ? സോ പാത്തറ്റിക്. അങ്ങനെ നിന്നെ ഞാൻ വെറുതെ വിടില്ല മോളെ. എങ്ങോട്ടായി ഓടിപ്പോന്നെ? കൈന്ന് വിടടി. നീ എന്താ കാണിക്കുന്നേ? ബെറ്റും പറഞ്ഞിട്ട് അവസാനം തോറ്റിട്ട് അങ്ങ് മുങ്ങാവെന്ന് വിചാരിച്ചോ കൂക്കി മോളെ? നീ മാറി നിന്ന് സംസാരിക്കുക ശിവ. വാട്ട് ഹാപ്പൻ ബേബി ഗേൾ? ഡിഡ് ഐ ടേൺ യു ഓൺ? ശിവാനി, ഫക്ക് ഓഫ്. നിന്റെ വിചാരം എന്തോ? നീ ഒന്ന് അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ടേൺ ഓൺ ആവുന്നോ? ഡ്യൂഡ് ഐ എം ഫക്കിംഗ് സ്ട്രെയിറ്റ്. ഡാഡേ, എൻ്റെ അടുത്ത് വെളച്ചിലെടുത്തോണ്ട് വന്നാലുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച കിട്ടിയ ഓർമ്മയുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വേർക്കുന്നേ? അതുപോലെ തന്നെ ഞാൻ അടുത്ത് വരുമ്പോ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന തന്നെ? എന്നെ പെറുക്കിയിട്ട് തല്ലുന്ന ഗുണ്ട ജൂണിന് ഞാൻ അടുത്ത് വരുമ്പം പേടി. അങ്ങനൊന്നും ഇല്ല, എനിക്കാരും പേടിയൊന്നുമില്ല. എന്നാ അതെന്റെ മുഖത്ത് നോക്കി പറയടി. തികച്ച 2 സെക്കൻഡ് നിനക്ക് ഞാനുമായിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ശിവ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. നിന്റെ പ്രശ്നം എന്തോ? ആ ബെറ്റിന്റെ കാര്യമല്ലേ? നിനക്കെന്താ ഞാൻ ചെയ്തു തരണ്ടേ? പറ, നിനക്കെന്താ വേണ്ടേ? നിന്റെ ഹോംവർക്ക് ചെയ്തു തരണോ അതോ പ്രൊജക്റ്റ് ചെയ്തു തരണോ? എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ചേച്ചേ, പ്രോജക്റ്റും അസൈൻമെന്റും ഒക്കെ ചീള് കേസ്. നീ എന്താ ചെയ്തു തരണ്ടേന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. എന്നാ വിട്, ഞാൻ പോട്ടെ. ആരെങ്കിലും കാണും. നിക്ക്, ആരും അകത്ത് വരാൻ പോകുന്നില്ല. ഞാൻ അകത്തുനിന്ന് കൂട്ടിയിട്ടേക്കുവാ. നീ ഇങ്ങനെ തെറുതി വെക്കാതെ. ശിവ, ഇത് ഇച്ചിരി കൂടുന്നുണ്ടോ കേട്ടോ, എന്നെ വിട്ടെ. ഐഷ്, നിക്ക്, വിടാം. അതിനു മുന്നേ ഐ ഡോണ്ട് തിങ്ക് എ ലിറ്റിൽ കിസ് വുഡ് ഹേർട്ട്. ഡു യു? മാറി നിക്ക്. എന്റെ കൃഷ്ണ, കരഞ്ഞോണ്ടാണല്ലോ ഓടുന്നേ. പ്രശ്നമായോ? ഇനി ഇവിടെ ചെന്നെന്റെ അമ്മയോട് വല്ലതും പറയുമോ? എന്നാ പിന്നെ താമസിക്കാതെ തന്നെ നേരെ തെക്കോട്ടെടുക്കാം. എന്നാലും ഞാൻ അവളുടെ മുന്നിൽ വെച്ച് കരഞ്ഞല്ലോ. ഇനി അവക്ക് ടീസ് ചെയ്യാൻ ഒരു റീസൺ കൂടായി. എന്നെ പറഞ്ഞാ മതിയല്ലോ, ആവശ്യമില്ലാതെ ഓരോ ബെറ്റെന്നും പറഞ്ഞ് അവളെ പോയി ഇളക്കിയിട്ട്. കൂക്കിമോളെ, നീ വന്നോ? നീ എന്താ അവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഒന്നുമില്ല, വിശക്കുന്നമ്മ. എന്തെങ്കിലും എടുത്താ? അടുക്കള ചായയും പിന്നെ രാവിലത്തെ പുട്ടും പഴം ഇരിപ്പുണ്ടടി, അതെടുത്ത് കഴി. ശരി അമ്മേ.
പിന്നെ ഇച്ച വല്ലതും കഴിച്ചായിരുന്നോ? ഇന്നലെ രാത്രി മുതൽ ജാസ് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ നീ പോയി കഴിഞ്ഞ് നോയല് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തയാ, അതും കഴിച്ചിട്ടില്ല. നീ എടുത്തു കൊടുക്കാതെ അവനൊന്നും കഴിക്കില്ല. ഞാൻ ഇച്ചയ്ക്ക് ഫുഡ് എടുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എടുത്തു കൊടുക്കാനിരിക്കുവാണെങ്കിൽ ഇച്ച കഴിക്കില്ല. എന്നാ നമുക്ക് നോക്കാം ഈ കളി എവിടം വരെ പോവെന്ന്. എന്ത് സ്നേഹമായിരുന്നു രണ്ടുപേരും കൂടെ. കണ്ടോ, ഇത്രയുള്ള തെറ്റിപ്പിരിക്കാൻ വലിയ കാര്യമൊന്നുമല്ല. കൂക്കി എന്താ എന്നെ കാണാൻ വരാഞ്ഞെന്ന് അവക്കിപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കൂ. എനിക്ക് വിശക്കുന്നു. കൂക്കിയുടെ റൂമിൽ പോയി നോക്കിയാലോ? ഞാൻ അവളുടെ റൂമിൽ പോയി അവൾക്ക് എന്നോട് ദേഷ്യം കൂടിയാലോ? എന്തായാലും പോയി നോക്കാം. വഴക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ. കൂക്കി എന്നേക്ക് കൂക്കി. അരുത് ശിവ, അരുത്. എന്നെ ഉമ്മ വെക്കല്ലേ. ഇച്ചയോ? ഇച്ച എന്താ ഇവിടെ? എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും എടുത്തത് കഴിക്കാൻ. ഓഹോ, താങ്കളുടെ നിരാഹാര സമരമൊക്കെ അവസാനിച്ചോ? ഞാനൊരു സമരത്തിലും അല്ല. നീയല്ലായിരുന്നു സമരത്തില്. എനിക്ക് ഫുഡ് എടുത്തു തരില്ല എന്നുള്ള സമരം. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എത്ര ദേഷ്യത്തിലാണെങ്കിലും നീ വന്ന് ഫുഡ് എടുത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സോറി ഇച്ചേ, എന്നോടൊന്ന് ക്ഷമിക്ക്. നിനക്കൊന്നും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആർക്കും പറ്റില്ല അതിന്. ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ആർക്കും. ഇച്ചേ കാം ഡൗൺ. എന്താ ഇവിടുന്ന് ഒരു സൗണ്ട് കേട്ടെ? എന്റെ ഈശോയെ, എന്റെ കുഞ്ഞ്, നീ എന്താണ് അവളെ ചെയ്തേ? നീ എന്റെ കൊച്ചിനെ ഉപദ്രവിക്കാൻ നോക്കിയല്ലേ? അമ്മേ, ഇച്ച അടിക്കല്ലേ. ഇച്ച എന്നെ ഒന്നും ചെയ്തില്ല. എന്താ ഇവിടെ? കൂക്കി ഇതിലിട്ട് ഉറങ്ങിയില്ലേ? എന്താ ഇവിടുന്ന് ഒരു സൗണ്ട് കേട്ടെ? ഇത്ര നേരമായിട്ട് ആർക്കും ഉറങ്ങാറായില്ലേ? ഇച്ചായ, ജാസ് ഇവൻ നമ്മുടെ കൂക്കി ഉപദ്രവിക്കാൻ നോക്കി. ഞാൻ കണ്ട് എന്നെ കണ്ണും കൊണ്ട്. ഈ സാധനം മൊത്തം അവൻ തള്ളിയിട്ടതാ. എന്റെ കുഞ്ഞിനെ അവൻ ഉപദ്രവിക്കാൻ നോക്കി, ഞാൻ കണ്ടയാ. ഇല്ല, ഇച്ച ഒന്നും ചെയ്തില്ല എന്നെ. നിങ്ങൾ വിചാരിക്കുന്ന കൂട്ടല്ല. പിന്നെ ഈ റൂം എന്താ ഇങ്ങനെ കിടക്കുന്നല്ല അലങ്കോലമായിട്ട്? അവൻ നിന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ നീ എന്തിനാ കരയുന്ന കൂക്കി? അല്ല, ഞാൻ കരയുന്നത് അമ്മ ഇച്ച അടിച്ചോണ്ടാ, അല്ലാണ്ട് ഇച്ച എന്നെ ഒന്നും ചെയ്തില്ല. അമ്മ ജാസിനെ അടിച്ചെന്നോ? ചുമ്മാ ഓരോന്നങ്ങ് പറയുക അവനെ രക്ഷിക്കാൻ. അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ജാസിനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന അമ്മയാണ്. അമ്മ അങ്ങനെ ചെയ്യില്ല. എല്ലാരും ഒന്ന് അടങ്ങ്. സാവധാനം നമുക്ക് സംസാരിക്കാം. ജാസെ, നീ നിന്റെ റൂമിൽ പോ. ചെല്ല്. എന്താ അഭിനയം? ഓസ്കാറിനെ വരെ വെല്ലുവിളിക്കുന്ന അഭിനയമല്ലേ? നീയൊന്ന് അടങ്ങ് സാറാ. അതിനവൻ കൂക്കിയൊന്നും ചെയ്തില്ലല്ലോ. ഇച്ച എന്നെ ഒന്നും ചെയ്തില്ല, ഇനി ചെയ്യേയില്ല. അവൻ കൂക്കി ഉപദ്രവിക്കണ്ടായിരുന്നു. ഞാനിവിടെ വന്നോണ്ടാ. ഇല്ലെങ്കിൽ അവൻ കൂക്കി എന്തെങ്കിലും ചെയ്തേനെ. അമ്മ ചുമ്മാ ഓവർ റിയാക്ട് ചെയ്യുക. ആടി, ഇപ്പൊ ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ ഉപദ്രവിച്ചേരെ. എന്റെ പൊന്ന് സാറേ, ഒന്ന് നിർത്ത്. ജാസ് കൂക്കി ഒന്നും ചെയ്യില്ല. കൂക്കിന്ന് വെച്ച അവന് ജീവനാ. മതി. ഇനി എല്ലാരും പോയി കിടക്കാൻ നോക്ക്. ബാക്കി നാളെ. ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ച ഒന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് കഴിക്കാം. ഇച്ചേ, അമ്മ ഇതിനു മുന്നേ ഇച്ച അടിച്ചിട്ടുണ്ടോ? സത്യം പറ. എനിക്കറിയാം ഇച്ച എന്തോ മറയ്ക്കുന്നുണ്ടെന്ന്. ഞാൻ കണ്ടുപിടിച്ചോളാം. ഇച്ച കടന്നോ, സമയം ഒത്തിരിയായി. ഞാനും പോവാ. ഗുഡ് നൈറ്റ്. എവിടാ നീ ഇതുവരായിട്ടും വരാറായില്ലേ? അമ്മ ഓരോ സീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഐ തിങ്ക്
അമ്മയുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ജാസിനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലോട്ട് മാറ്റണം. അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ജാസ് എന്തെങ്കിലും അഗ്രസീവായിട്ട് ബിഹേവിയർ കാണിക്കുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അഡ്മിറ്റ് ആക്കണമെന്നൊക്കെ. അപ്പം അതാവും അവരുടെ ലക്ഷ്യം, ജാസിനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റണം. പക്ഷേ ഇതൊക്കെ കൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നു? ദാറ്റ് സിമ്പിൾ. അമ്മയ്ക്ക് ജാസിലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ആ കൺട്രോൾ പയ്യെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മെയിൻ റീസൺ ആണ് കൂക്കി. ഇപ്പം അമ്മയ്ക്ക് കൂക്കി അവനിൽ നിന്ന് അകറ്റണം. അതിനുള്ള ഒരു പ്ലേ ആണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാസിന് പേഴ്സണൽ തെറാപ്പി എന്ന പേരിൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവൻ കൂക്കിയിൽ നിന്ന് അകലും. അതാണ് അമ്മയ്ക്ക് വേണ്ടത്. ജാസ് കൂക്കിയിൽ നിന്ന് അകന്ന് അമ്മയുടെ പൂർണ്ണ കൺട്രോളിലാവണം. വല്ലാത്ത ജാതി സൈക്കോ തന്നെ നിങ്ങളുടെ അമ്മ. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തും. അതുവരെ ജാസിനെ സേഫായിട്ട് വെക്ക്. ആ ശരിയടാ. ഫെലിക്സേ, ഈ ഫയല് റീചെക്ക് ചെയ്തതാരാ? ഈ ഫയല് ആര്യനാണ് സാർ. ആ എന്നാ ആര്യനോട് ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ സാർ. ആര്യമോനെ, ഓടി തന്നെ സിയോടെ ക്യാബിനിലോട്ട് പോയിക്കേ. അങ്ങേരെ നിന്നെ തിരക്കുക, നിനക്കെന്തോ വലുത് വരാനുണ്ട്. ദൈവമേ, ഇനി അങ്ങേർക്ക് എന്താണാവോ വേണ്ടത്. സാറെന്തിനാ എന്നെ വിളിച്ചേ? ഇത് AM ഗ്രൂപ്പ്സിന് അയച്ച റിപ്പോർട്ട്സ് ആണ്. മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ അവർ തിരിച്ചയച്ചേക്കുന്നു. ഈ റിപ്പോർട്ട്സ് ക്രോസ് ചെക്ക് ചെയ്ത് അയച്ചത് നീയാണ്. നിന്നെ പോലെ ഇത്ര പൊട്ടൻഷ്യൽ ഉള്ള ഒരു എംപ്ലോയി ഇങ്ങനെ കെയർലെസ് ആയാൽ എങ്ങനെയാണ് ആര്യൻ? ഐ നീഡ് എ വാലിഡ് എക്സ്പ്ലനേഷൻ ഫ്രം യുവർ സൈഡ് ഫോർ യുവർ കെയർലെസ്നെസ്. സർ, ഐ എം റിയലി സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു. അത് ചെയ്ത ഞാനാണ്. എന്തോന്ന്? അല്ല, അത് ക്രോസ് ചെക്ക് ചെയ്ത് AM ഗ്രൂപ്പ്സിന് അയച്ചത് ഞാനാണ്. എന്നിട്ട് ഇത് ക്രോസ് ചെക്ക് ചെയ്ത് AM ഗ്രൂപ്പ്സിന് അയച്ചു കൊടുക്കാൻ ആര്യനെ ഏൽപ്പിച്ചെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ആര്യനെ ആണ് ഏൽപ്പിച്ചേ, പക്ഷെ അന്ന് ആര്യം വരാത്തോണ്ട് എന്നോടാണ് ക്രോസ് ചെക്ക് ചെയ്ത് ഇത് AM ഗ്രൂപ്പ്സിന് അയക്കാൻ പറഞ്ഞത്. ഓഹോ, തന്റെ പ്രിയതമനെ രക്ഷിക്കാൻ വന്നൊരു നായകനെയാണല്ലോ ഞാൻ ഇവിടെ കാണുന്നേ. അല്ല, നിന്റെ ശ്രദ്ധ ചെയ്തു എവിടാ? ആ പാവ ആര്യനെ നീ ചെയ്ത തെറ്റിന് ഞാൻ ചീത്ത വിളിച്ചു. സോറി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അതിങ്ങ് തന്നേരെ, ഞാനതൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കാം. ആ പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. ഇത് ചെയ്ത് തീർത്തിട്ട് നീ വീട്ടിൽ പോയാ മതി. എന്നിട്ട് നിനക്കെന്താടാ എന്നോടൊരു സ്നേഹമില്ലാത്ത? നീ ചെയ്ത മിസ്റ്റേക്കാണ് ഞാൻ ഈ കറക്ഷൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതും നിനക്ക് വേണ്ടി. വലിയ കാര്യമായി പോയി. നിന്നോട് ഞാൻ പറഞ്ഞോ എന്റെ കുറ്റം ഏറ്റെടുക്കാൻ? ഇല്ലല്ലോ. നന്ദി വേണോടാ, നന്ദി. എനിക്ക് ഇച്ചിരി നന്ദി കുറവാന്ന് അങ്ങ് കൂട്ടിക്കോ. ശരി, എന്തുവാടാ ഇപ്പോഴും എന്നോട് ദേഷ്യവാ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. അത് പിന്നെ നിന്റെ മുഖത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നിനക്ക് ദേഷ്യമില്ലെന്ന്. അല്ല, ശരിക്കും നിന്റെ ഉദ്ദേശം എന്തോ ആൽവിനെ? വീട്ടിൽ കല്യാണം കഴിക്കുന്നവർ എനിക്ക് പ്രഷറാ, അതറിയോ? ഇന്നലെ അവരെന്നെ ഒരു പെണ്ണ് കാണാനും ഉണ്ടായി, അറിയോ? ഇങ്ങനെ പോവാണെങ്കിൽ അവരെന്നെ എപ്പം പിടിച്ച് കെട്ടിച്ചെന്ന് ചോദിച്ചാ മതി. നീ ഒരു തീരുമാനം എടുത്തേ പറ്റൂ ആൽവിനെ. എന്റെ പൊന്നാര്യ, ഞാൻ പറഞ്ഞു, ഞാനൊരു ഫ്ലാറ്റ് സെറ്റ് ആക്കുന്നത് വരെ നീ പിടിച്ചു നിന്നേ പറ്റൂ. നമ്മുടെ രണ്ടുപേരുടെ ഫാമിലിയുടെ ഒരു കണ്ടീഷൻ വെച്ച് നമ്മുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ പുറത്താക്കും അവരുടെ വീട്ടിൽ നിന്ന്. അതുകൊണ്ടൊരു ഫ്ലാറ്റ് ആദ്യം സെറ്റ് ആക്കണം, താമസിക്കാൻ നമുക്ക്. ഫ്ലാറ്റ് ഒന്ന് സെറ്റ് ആയാൽ മതി. അതായി കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് മാറുന്നു. നീ കുറച്ചു നാളും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ആര്യ. ശരി, അല്ലാതെ എന്ത് ചെയ്യാൻ? നിനക്കെന്താ എന്നെ സംശയം ഉണ്ടോ? ഇനി നിന്നെ തേച്ചിട്ട് പോവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോ. സംശയം? അത് നിന്നെ, അതും തേക്കുന്ന കാര്യത്തില്. തേക്കാനും വേണം കുറച്ച് ബുദ്ധി. അതൊന്നും നിനക്കില്ലെന്ന് എനിക്കറിയാം. എന്തുവാടാ ഇരുത്തി അങ്ങ് അപമാനിക്കുക മനുഷ്യന്. ആടാ കിണി കിണി, കുറച്ചും കൂടെ കിണി. എന്താടാ നോക്കുന്നേ? നീ എന്നെ കണ്ടിട്ടില്ലേ? നീ കൂടുതൽ എൻ്റെ അടുത്തോട്ട് വരാതിരിക്കുന്നതാണ് എൻ്റെ തടിക്ക് നല്ലത്. ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഒരു കിസ് പോലും അടിക്കാതെ വിടുന്നത് മോശമല്ലേ? ഒരു മോശമില്ല. മോനിങ്ങോട്ട് മാറിക്കേ. കിട്ടാനുള്ളത് കിട്ടാതെ നിന്നെ ഞാൻ വിടൂലടാ. ഇനി പൊക്കോ.
ദേണ്ട നാളെയാണ് കല്യാണത്തിന് റിസപ്ഷനും ഒക്കെ ഉള്ള ഡ്രസ്സ് എടുക്കാൻ പോന്നെ. നോയലെ നീ എന്തായാലും വന്നേ ഒക്കത്തുള്ളൂ. ഞാനല്ലെങ്കിൽ പോസ്റ്റ് ആവും. കോളേജ് ഉള്ളോണ്ട് എന്തായാലും ശിവയും കൂക്കിയും കാണില്ല. അത് സീനല്ല, കമ്പനിയിലെ വർക്ക് ആൽവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വരാം. അങ്ങ് വന്നേക്കണേ, എനിക്ക് വയ്യ പോസ്റ്റ് അടിക്കാൻ. എന്റെ പെണ്ണെ ഞാൻ വരാം. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. എന്ത്? ഇതിപ്പോ നമ്മുടെ 8ാമത്തെ ഡേറ്റ് ആണ്. ആദ്യമൊക്കെ നമ്മൾ ഡേറ്റിന് പോകുമ്പോ നീ എന്നോട് മിണ്ടത്തു കൂടി ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നിന്റെ പോക്ക് കണ്ടപ്പം ഈ പ്രപ്പോസൽ റീതിങ്ക് ചെയ്യണോന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ബട്ട് ഇൻ ദി പാസ്റ്റ് ഫ്യൂ ഡേയ്സ് യു സ്റ്റാർട്ടഡ് ടു ചേഞ്ച് എ ലോട്ട്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് നീ നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് യു ഷുഡ്. ഐ നോ. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഫസ്റ്റ് നിന്റെ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. എന്നിട്ട് നീ ഓക്കെ ആണെന്നാണല്ലോ എന്നോട് പറഞ്ഞതെന്ന്. അത് അച്ഛൻ എന്നെ ഫോഴ്സ് ചെയ്തോണ്ടാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് സിൻസിയറായിട്ട് ഈ പ്രപ്പോസലിന് താല്പര്യമുണ്ട്. ഓക്കെ, പിന്നെ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? മീര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഐ ഡോണ്ട് ജസ്റ്റ് വാണ്ട് ബി എ ഹസ്ബൻഡ്, ഐ വാണ്ട് ബി എ ബെസ്റ്റ് ഫ്രണ്ട് ടു. നിനക്കൊന്നും മടി കൂടാതെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹസ്ബൻഡ് ആവണമെന്നാണ് എന്റെ ആഗ്രഹം. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നീ പറഞ്ഞോ മീര, ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കതിന് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എന്നെ ചതിക്കുമായിരുന്നു. കെട്ടിയിട്ടൊരു കൊച്ചു ഉള്ളവനാ എന്നെ ട്രാപ്പ് ചെയ്തത്. അവൻ പ്രേമിക്കുന്ന കൂട്ട് അഭിനയിച്ചു, ഞാനത് വീഴുകയും ചെയ്തു. അവന്റെ കാമം അടക്കാൻ ഒരു ശരീരം വേണമായിരുന്നു. പക്ഷെ എന്നിൽ നിന്നത് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പം അവൻ എന്നെ നൈസായിട്ട് തേച്ചിട്ട് പോയി. എന്റെ ശരീരം കാണുകയോ തൊടുകയോ ചെയ്യുന്ന പുരുഷൻ അതെന്നെ കല്യാണം കഴിച്ച പുരുഷനായിരിക്കും, അതും കല്യാണം കഴിഞ്ഞ്. ജെൻസി പിള്ളേർക്ക് ഞാനൊരു പഴഞ്ചനായിട്ട് തോന്നാം. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് മൈ എത്തിക്സ്. എന്റെ ഫ്യൂച്ചർ പാർട്ട്ണറിനോട് ഞാൻ നീതി പുലർത്തുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇപ്പൊ ആ ഫ്യൂച്ചർ പാർട്ട്ണർ എന്ന പൊസിഷനിൽ ഞാനാണല്ലോ നിൽക്കുന്നേ. ഞാൻ വേർജിൻ അല്ലെങ്കിലോ? നീ കല്യാണം വേണ്ടെന്ന് വെക്കോപ്പം. ഞാൻ എന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇപ്പൊ നോയൽ വേർജിൻ അല്ലെങ്കിൽ അത് നിന്റെ ഡിസിഷൻ ആയിരുന്നു. അതുമല്ല, അത് നോയലിന്റെ പാസ്റ്റ് ആയിരുന്നു, അതിൽ ഞാനില്ല. ഇനി നോയലിന് ചെയ്യാൻ പറ്റുന്നത് എന്തുവാന്ന് ചോദിച്ചാ എന്നോട് ലോയലായിട്ട് നിൽക്കുക, അത്ര തന്നെ. നിനക്കറിയോ, നീ ഒരു സംഭവം മീരെ. ആൻഡ് ഡോണ്ട് വറി, അനാവശ്യമായ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരായിട്ടും തൊട്ടിട്ടില്ല. ഇനി തൊടുവാണെങ്കിൽ തന്നെ അത് നിന്നെ ആയിരിക്കും, അതും കല്യാണം കഴിഞ്ഞ് നിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി. അല്ല, ഇല്ല അവൻ ഫ്രോഡാന്നെങ്ങനാ നീ കണ്ടുപിടിച്ചേ? അതച്ഛൻ ആളെ വിട്ട് അവനെ പറ്റി അന്വേഷിപ്പിച്ചു. അപ്പോഴാ അറിഞ്ഞ് അവൻ കല്യാണം കഴിച്ച അവനൊരു കൊച്ചു കൊണ്ടെന്ന്. നിനക്ക് വിഷമമുണ്ടോ? എന്തിനു വിഷമിക്കാൻ, പിന്നെ എനിക്ക് നിന്നെ കിട്ടിയല്ലോ. ജൂണെ, ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പറ്റി? എന്ത് പ്രശ്നം? ഇന്നലെ നൈറ്റ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് നമ്മുടെ കോളേജിൻ്റെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഒരു വീഡിയോ വന്നു. എന്ത് വീഡിയോ? ജൂണെ, നീയും ശിവാനിയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? നിനക്കെന്താ വയ്യേ? ഞങ്ങൾ തമ്മിൽ എന്ത്? നീ കാര്യം തെളിയിച്ച് പറ. അത് എന്നാ നീ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ഇതെങ്ങനെ? ശിവാനി ലെസ്ബിയൻ ആണെന്നത് ഓപ്പൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ജൂൺ അവളും ലെസ്ബിയൻ ആയിരുന്നു. ഡിസ്കസ്റ്റിംഗ്. ഇങ്ങനത്തെ ആൾക്കാരെ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കണം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അത് തന്നെ, മഴവിലക്കങ്ങ് ആകാശത്ത് മതി. കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യനെ പറയിപ്പിക്കാൻ, അല്ലാതെ എന്ത്. സെയിം ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നും അത്രേ. ഓണസ്റ്റ്ലി ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാനാ തോന്നിയത്. ഡിസ്കസ്റ്റിംഗ് ബിച്ചസ്. അവളിത് മനഃപൂർവ്വം ചെയ്തയാ എൻ്റെ ഇമേജ് കളയാൻ. നീ ഇങ്ങനെ ഡൗൺ ആകാതെ. ആൾക്കാരിങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കും, മൈൻഡ് ചെയ്യണ്ട. അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നാലും ആ വീഡിയോ റെക്കോർഡ് ചെയ്തതാരാ? എല്ലാരും പറയുന്നത് ജൂണിന്റെ ഇമേജ് കളയാൻ വേണ്ടി നീയാ ചെയ്തേന്നാ. ഒരു പിടിയില്ല ഇത് ആരാ ചെയ്തേന്ന്. എന്തായാലും എനിക്ക് തല്ല് കിട്ടാൻ ഒരു വകയായിട്ടുണ്ട്. ഏതവളായാലും നല്ല പണിയാ കാണിച്ചേ. ദൈവമേ, ഇല്ല അവളെ കയറും പൊട്ടിച്ച് വരുന്നുണ്ടല്ലോ. എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ അത് റെക്കോർഡ് ചെയ്ത് പബ്ലിക് ആക്കിയേ? നീ എനിക്കിട്ടുണ്ടാക്കാനായോ? കുക്കി, എടി ഞാനല്ലത്. വാ എടുക്കടി. എനിക്കിട്ടുണ്ടാക്കിയിട്ട് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? എന്നെ വിട്, ഞാനൊന്നും ചെയ്തില്ല ശരിക്കും. കള്ളം പറയുന്നോ?
എന്റെ ദൈവമേ, എടി കൂക്കി നിർത്തടി. കൂക്കി അത് ശിവാനി അല്ല ചെയ്തത്, അത് ലിസയാ ചെയ്തത്. ലിസയാ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത ഗ്രൂപ്പിൽ ഇട്ടത്. ലിസയുടെ ഒരു പഴയ നമ്പറിൽ നിന്നാ അവൾ ഈ കളി മൊത്തം കളിച്ചേക്കുന്നേ. അവളുടെ പഴയ നമ്പർ എൻ്റെ കയ്യിൽ ഉള്ളയായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ ചെക്ക് ചെയ്തപ്പോഴാ എനിക്ക് മനസ്സിലായേ. അപ്പം ലിസയാണോ ഇതൊക്കെ ചെയ്തേ? അതല്ലേ ഞാൻ നിന്നോട് ഇത്ര നേരം പറഞ്ഞേ. സോറി, ഞാൻ വിചാരിച്ചു നീയാ ചെയ്തേന്ന്. നിന്റെ സോറി എന്റെ പട്ടിക്ക് വേണം. ഞാൻ പറയാൻ വന്ന നീ ഒന്ന് സമാധാനത്തിൽ കേട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? അതെങ്ങനെ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഗുണ്ടജൂണിന്റെ ഡിക്ഷണറിയിൽ ഇല്ലല്ലോ. ആദ്യം തല്ല് പിന്നെ സംസാരം, അതല്ലേ നിന്റെ പോളിസി. ശരി, സമ്മതിച്ചു, എന്റെ തെറ്റാ. ഇപ്പൊ നീ വാ, നിന്നെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോവാം. നിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട്. എന്നെ ആരും കൊണ്ടുപോകണ്ട, എനിക്കറിയാം ഒറ്റയ്ക്ക് പോവാൻ. വരാൻ പറഞ്ഞ അങ്ങ് വന്നാ മതി. വാ ഇങ്ങോട്ട്. മുറിവിനൊക്കെ മരുന്ന് വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം ഇവിടെ കിടക്ക്. പിന്നെ ശിവാനി പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അടിച്ചാ നിന്നങ്ങ് കൊണ്ടോണം, തിരിച്ചടിക്കല്ല്. നിനക്ക് തിരിച്ച് തല്ലി എന്താ ശിവ? അതിന് ഗുണ്ടജൂണല്ല ശിവാനി, എനിക്കതിന് പറ്റില്ല. അതെന്താ നിനക്ക് പറ്റാത്തെ? തിരിച്ചടിച്ചാൽ എന്താ? കാരണം നിനക്ക് അറിയില്ലേ, ഒന്നും അറിയാത്തോട്ട് അഭിനയിക്കല്ലേ. മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളു, പക്ഷെ നിനക്കറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. സ്നേഹിക്കുന്ന പെണ്ണിനെ അങ്ങനെ തിരിച്ചു തല്ലാൻ എനിക്ക് വഴിയില്ല. നിന്നെ തിരിച്ചു തല്ലിയാൽ തന്നെ നോവുന്നത് എനിക്കാവും. നിന്റെ മൂക്കിക്കൂടെ പിന്നെയും ബ്ലഡ് വരുന്നു. വെയിറ്റ്, ലെറ്റ് മീ വൈപ്പ്. വേണ്ട, ഞാൻ ചെയ്തോളാം. അടങ്ങി നിൽക്കാൻ. നീ എന്നെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാൻ നോക്കുവല്ലേ? പിന്നെ നീ എന്ത് വിചാരിച്ച്? നിനക്ക് മാത്രമേ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റത്തുള്ളതോ? എനിക്കും പറ്റും. നിനക്ക് എന്താ? മാറി നിൽക്കുക. അന്ന് വാഷ്റൂമിൽ വെച്ചും ഞാൻ കുറെ പറഞ്ഞതാ, മാറി നിൽക്കുന്നു. എന്നിട്ട് നീ കേട്ടോ? ഇല്ലല്ലോ. ഓ, അപ്പൊ നീ പകരം വീട്ടോ അല്ലേ? ആ, ഒരു സ്വീറ്റ് റിവെഞ്ചായിട്ട് കൂട്ടിക്കോ. കുക്കി, യു ആർ പ്ലേയിങ് വിത്ത് മൈ ഫീലിംഗ്സ്. ജസ്റ്റ് ഷട്ട് അപ്പ് ആൻഡ് ടേക്ക് ഇറ്റ്. ഇപ്പൊ ആർക്കാ 2 സെക്കൻഡ് പോലും ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്ത? കൂക്കി വീട്, ആരേലും കാണും. ആരേലും കണ്ടാലെന്താ? എന്തായാലും നമ്മളെ കിസ് ചെയ്യുന്ന വീഡിയോ കോളേജിൽ മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ട്. ആര് കണ്ടാലും എനിക്കിനി ഒരു ചുക്കും ഇല്ല. പേടി കാരണം നിന്നോടുള്ള ഇഷ്ടം വേണ്ടാന്ന് വെച്ചതാ. നിന്നെ ഇത്രയും നാളെ ഞാൻ അവഗണിച്ചു. ഇനിയും നിന്നെ പുഷ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. നിന്നെ ഓപ്പണായി ഇഷ്ടപ്പെട്ടാലുള്ള കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ ഞാനിപ്പോൾ റെഡിയാണ്. ശിവ, ഐ ലവ് യു. ബി മൈ. സത്യമാണോ നീ പറയുന്നേ? എന്താ ശിവ, നിനക്ക് ഞാൻ കള്ളം പറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഐ ട്രസ്റ്റ് യു. ദെൻ കീപ് ട്രസ്റ്റിംഗ് മീ. എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞ്, അപ്പൊ നീ എന്നെ അടിച്ചതോ? അത് നിന്റെ കയ്യിലിരിപ്പും കൊണ്ട്. അതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ല ഞാൻ. അതുകൊണ്ട് ഈ റൊമാൻസ് ഒന്നും മോൾ എപ്പോഴും പ്രതീക്ഷിക്കണ്ട. ഓ, എന്ത് സാധനം ഇത്? ഞാൻ പ്രേമിക്കുമെങ്കിലും കുറച്ച് മാറ്റം ഉണ്ടായിരിക്കുമെന്ന്. ആ, നീ എന്റെ സൈഡിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കുന്നേ നല്ലത്. സാറേ, ആൽവിന്റെ പോക്ക് അത്രയ്ക്ക് ശരിയല്ല. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അതിനവൻ എന്ത് ചെയ്തിച്ചായ? നമ്മുടെ 4 മക്കളിലും കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഉള്ളത് അവനാ. അവൻ എന്ത് ചെയ്തെന്നായി പറയുന്നേ? ദേ, നീ തന്നെ കണ്ടു നോക്ക്. ഓഫീസിൽ എലിവേറ്ററിൽ വെച്ചേക്കുന്ന ക്യാമറയിലെ ഫുട്ടേജാ. എന്ത് വെച്ചായത് അവനാ പയ്യനെ? ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? ഞാൻ ആര്യനെ പറ്റി തിരക്കി. ഇത് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. അവര് കോളേജ് പഠിക്കുന്ന നാളെ തൊട്ടേ പ്രേമത്തിലായിരുന്നു. അതായത് ഏതാണ്ട് 5-6 വർഷം കൊണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വിളിക്ക് ചായ, ആസത്തിനെ വിളിക്ക്. എന്നിട്ട് ഇന്നത്തോടെ ഇതൊക്കെ നിർത്താൻ പറഞ്ഞോ. ഇല്ലെങ്കിൽ ആ പയ്യനെ അങ്ങ് കൊന്നു കളയെന്ന് പറ. എന്തുവാ, ആരെ കൊല്ലുമെന്ന് നിങ്ങളീ പറയുന്നേ? മോളെ കൂക്കി, നീ ചെന്ന് ആൽവിനെ വിളിച്ചോണ്ട് പോവാ. ആ, നോയലിനെ കൂടെ വിളിച്ചേരെ. പുന്നാര അന്നേനെ എന്തോ കാണിച്ചു കൂട്ടുന്നതെന്ന് ഏട്ടനും കൂടെ അറിയണ്ടേ. ഇത്രയും പറയാൻ മാത്രം ഇച്ച എന്തോ ഇത്? നീ ഞാൻ പറയുന്ന ആദ്യം പോയി ചെയ്യേ.
എന്താ പറ്റി? എന്താ സീൻ ഇവിടെ? എന്താച്ചാ എന്താ വരാൻ പറഞ്ഞ? നിന്റെ കൂടെ നിൽക്കുന്ന ഈ പയ്യനാരാ? അത് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആര്യൻ. അച്ഛനറിയാവുന്നതല്ലേ? അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ തമ്മിലെ ബന്ധം എന്തുവാ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഞങ്ങള് തമ്മിൽ എന്ത് ബന്ധം? ചുമ്മാ പൊട്ടം കളിക്കല്ലേ ആൽവി. എല്ലാം അറിഞ്ഞിട്ട് തന്നെ നിന്നോട് ഞാൻ ഈ വന്ന് ചോദിക്കുന്നേ. ആ പയ്യന് നീ 5 വർഷമായിട്ട് പ്രേമത്തിലാന്ന് കേട്ടു. പ്രേമോ? ആൽവിക്കോ? എടാ ഭയങ്കര. ഇതെന്ത് റിയൽ ലൈഫ് BL സ്റ്റോറിയോ? ഓ മൈ ഗോഡ്, മൈ BL ഹേർട്ട്. അടിപൊളി. തൂക്കി. എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ? അച്ഛൻ അറിഞ്ഞ കാര്യം ഉള്ളത് തന്നെ. ഞാനും ആര്യനും 5-6 വർഷം കൊണ്ട് പ്രേമത്തില്ല. ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങൾ പേടിക്കണ്ട, ഈ വീട്ടിൽ നിന്ന് ഞാനൊരു പരിപാടിക്കും പോവില്ല. കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റിലോട്ട് താമസമാക്കാനാ പ്ലാന്. പിന്നെ ഞങ്ങൾ രണ്ടുപേരെയും പിരിക്കാൻ ആർക്കും കഴിയില്ല. ഞങ്ങൾ സിൻസിയർ ആണ്. അവന്റെ ഒരു സിൻസിയർ. പൊന്നു മോനെ, ഇത് നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഞാനിതിന് സമ്മതിക്കില്ല, ആര് സമ്മതിച്ചാലും. ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും വിചാരിച്ചാലും സാരമില്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ദേണ്ടേ, ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ നീ ആ പയ്യനായിട്ടെല്ലാം നിർത്തുന്നേ നല്ലത്. ഇല്ലെങ്കിൽ നീ പിന്നെ അവനെ കാണില്ല. അവനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താ പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. നിനക്കിത്രയും ധൈര്യമോ? ദേ ആൽവി, നീ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവില്ല. ആ പയ്യനുമായിട്ടുള്ളതെല്ലാം നിർത്തുന്നേ നിനക്കും അവനും നല്ലത്. അവർക്ക് തമ്മിൽ പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്തിനാ അവനെ എതിർക്കുന്നേ? ആൽവിൻ ഒരു കൊച്ചു കുട്ടിയല്ല, അവന്റെ മുതിർന്ന പുരുഷനാണ്. അവന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി അവനായിട്ടുണ്ട്. അവനെ പയ്യന്റെ കൂടെ ജീവിക്കുന്നതാണ് സന്തോഷമെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. എന്തിനാണ് ആവശ്യമില്ലാത്ത വാശി? സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യം നമുക്കും ഇല്ല. ആൽവിക്ക് ഇവിടുന്ന് മാറിയ പയ്യന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമെങ്കിൽ അതങ്ങനെ നടക്കുന്നേ നല്ലത്. ഓ, ഇപ്പോഴെങ്കിലും ആ വാ തുറന്നൊന്ന് സംസാരിക്കാൻ തോന്നിയല്ലോ. എന്റെ കർത്താവെ, ഞാൻ വല്ല സ്വപ്നവും കാണുവാണോ? ഇച്ചയല്ലേ ആ സംസാരിച്ചേ? ശരി, നിനക്ക് 2 ഓപ്ഷൻ തരാം. ഒന്നെങ്കിൽ നിന്റെ ഫാമിലി, അല്ലെങ്കിൽ ആ പയ്യൻ. നിനക്ക് ഫാമിലിയെ വലുതെങ്കിൽ ആ പയ്യനെ മറന്ന് ഇവിടെ ജീവിക്കാം. ഇനി നീ ആ പയ്യനെ ചൂസ് ചെയ്യുന്നെങ്കിൽ 1 മണിക്കൂർ സമയം തരാം. എടുക്കാനുള്ള സാധനം എടുത്തിട്ട് ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. നിങ്ങൾ എന്തീ പറയുന്ന ചായ? നീ മിണ്ടല്ലേ. അവനിപ്പോ ഒരു തീരുമാനം എടുക്കും, അതുമായി അവൻ മുന്നോട്ട് പോയിക്കോട്ടെ. പാറച്ചായ, ആ പയ്യനെ മതിന്നാറാ. ഓഹോ, ഇറ്റ്സ് ടു ക്രിട്ടിക്കൽ. അനിയ, നീ തേഞ്ഞ്. ഐ എം ചൂസിങ് ആര്യൻ. എടുക്കാനുള്ള സാധനം എടുത്തിട്ട് ഞാൻ പോയിക്കോളാം. ഹലോ ആര്യ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കിയെന്നോ? എന്നിട്ട് നീ ഇതെവിടാ? എന്താ പറ്റിയേ? ഓഫീസിലെ എലിവേറ്ററിൽ CCTV ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നടാ. നമ്മുടെ കിസ് പൊക്കി. എന്റെ കൃഷ്ണ, എന്നിട്ട് നീ ഇതെവിടാ? ഇനി എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഞാൻ ടൗണിലുണ്ട്. എന്നാ ഞാൻ എന്റെ വീട്ടിൽ പറയാൻ പോവാം നമ്മുടെ കാര്യം. ആ, വളരെ നല്ല തീരുമാനം. എന്നിട്ട് നിന്നെയും കൂടെ പുറത്താക്കിയിട്ടേ നമുക്ക് 2 പേർ കൂടെ പിച്ചെടുക്കാം. എടാ പൊട്ടാ, നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ നമ്മൾ തേഞ്ഞില്ലേ? അല്ലാതെ ഇപ്പൊ എന്താ എടുക്കാനാ? ഇറക്കി വിടുവാണെങ്കിൽ ഇറക്കി വിടട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ? എടാ ആര്യ, നിക്ക് കട്ടാക്കല്ലേ. ഓ, പുല്ല് കട്ടാക്കി. ഉറങ്ങാറായില്ലേ നിനക്ക്? അത് അച്ഛാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ, എന്താ നിനക്ക് പറയാനുള്ളേ? ആര്യനൊരിഷ്ടം. അവനത് എന്നോട് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം അറിയണം. ഇഷ്ടോ? ആരാ അത്? അത് എൻ്റെ കൂടെ പഠിച്ചതാ. ഇപ്പം എൻ്റെ കൂടെ വർക്കും ചെയ്യുന്നു. ആൽവിൻ എന്ന പേര്. ആൽവിനോ? അപ്പം ഒരു പയ്യനെയാണോ നിനക്കിഷ്ടം? കണ്ണാ തേഞ്ഞ്. അതെ, ഒരു പയ്യന. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. എല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എന്നാ മതി പോവാൻ. പാക്ക് ചെയ്തെന്നോ? എന്തിന്? നീ അതിന്റെ എവിടെ പോന്ന്? അല്ല, അച്ഛനിപ്പം എന്നെ ഇറക്കി വിടുവല്ലോ, അപ്പം പോവണ്ടേ? അല്ല, നീ എന്നെ അത്രയ്ക്ക് ചെറുതായിട്ടാണോ അപ്പം കണ്ടേക്കുന്നേ? കാര്യം ശരിയാ, കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് നിനക്കൊരു പയ്യനെ ഇഷ്ടമാന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഇറക്കി വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പം അച്ഛന് കുഴപ്പമൊന്നും ഇല്ലേ? ആ പയ്യനോടും വീട്ടുകാരോടും ഇങ്ങോട്ട് വരാൻ പറ. അല്ലെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടത്താം. നീ ഞങ്ങളുടെ ഒറ്റ മോനാ. നിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. പിന്നെ ഇതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നോണ്ടല്ല, ഞങ്ങൾക്ക് നീയാണ് വലുത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പയ്യനെ അവന്റെ വീട്ടുകാരെ ഇറക്കി വിട്ടു ഇതെല്ലാം അറിഞ്ഞിട്ട്. അവന്റെ അച്ഛൻ ഒന്നെങ്കിൽ ആര്യൻ അല്ലെങ്കിൽ ഫാമിലിയെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. അവൻ ആര്യനെ ചൂസ് ചെയ്തു. അപ്പം തന്നെ ഇറങ്ങിക്കോളാനും പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ.
എന്നാ പയ്യനോട് ഇങ്ങോട്ട് വരാൻ പറ. ആര്യനും ആ പയ്യനും സന്തോഷത്തോടെ ഇവിടെ തന്നെ കഴിയണം. എന്താ ആര്യ, സമ്മതമല്ലേ നിനക്ക്? എനിക്കെന്ത് സമ്മതക്കുറവ് വച്ചാ? ആൽവിനും കുഴപ്പമൊന്നും കാണില്ല. ഞാനെന്നാ അവനോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ? നീ വിളിച്ച് പറയടാ. ആ ഹലോ ആര്യ, എന്തായി? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ? നീ ഇപ്പൊ എവിടെ ഉണ്ട്? നീ എൻ്റെ വീട്ടിലോട്ട് വാ. ഞാനെല്ലാം സംസാരിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഓക്കെയാണ്. ശരിക്കും? വീട്ടിൽ വിളിപ്പിച്ചിട്ട് ഇനി അടിക്കാനാണോടാ? അടിക്കാനൊന്നും അല്ല. നീ ഇങ്ങോട്ട് വാ, ഞാനില്ലേ. ആ ശരി ശരി, ഇതാ വരുന്നു. രണ്ടുപേരും നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്നാ ശരി, രണ്ടുപേരും പോയി കിടന്നോ. സമയം ഒത്തിരിയായി. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. മോനെ, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചില്ലെങ്കിൽ വാ, നിനക്ക് ഫുഡ് എടുത്തു തരാം. ഇല്ല അമ്മേ, കഴിച്ചായിരുന്നു. എന്നാ ശരി, എന്നാ രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്താണ് മുഖത്തൊരു പേടി? ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്താണോ? പോടാ, അതൊന്നും അല്ല. അല്ല ജാസ് വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? വീട്ടിലുള്ളവരൊക്കെ അവിടെ പോയി? എടാ അങ്ങനല്ല, അമ്മയുടെ ശരിക്കത്തെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. അതുമല്ല, ജാസ് ഇന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചു. അമ്മ അവൻ എന്തെങ്കിലും ചെയ്താലോ? അത് ശരിയാണല്ലോ. ജാസ് എന്താ ഇങ്ങനെ? അവനെല്ലാം തുറന്നു പറഞ്ഞൂടെ എല്ലാരോടും? അമ്മയുടെ സ്വഭാവം പ്രൂവ് ചെയ്യാനൊരു തെളിവില്ലല്ലോ. തെളിവുള്ളത് പറഞ്ഞാൽ അവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അന്നത്തെ ഒരു പോക്ക് വെച്ച് അമ്മയുടെ ശരിക്കത്തെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അത് ജാസിന് തന്നെയാണ് കുഴപ്പം. എന്തായാലും ഇത് അധികാലം നീണ്ടുപോവില്ല. അഭയ ഉടനെ വരും. ഓ, അഭയ എപ്പം വരും? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് മോനെന്തോ ഡയലോഗൊക്കെ അടിക്കുന്ന കേട്ടായിരുന്നല്ലോ. അത്രയ്ക്ക് ധൈര്യമൊക്കെ ആയോടാ നിനക്ക്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ ഡോസിന്റെ എഫക്റ്റ് ഒക്കെ തീർന്നു തോന്നല്ലോ. സാരല്ല, അടുത്ത ഡോസ് തരാം. ദൈവമേ, ഇവൻ നാട്ടിലെത്തിയായിരുന്നു. എന്നിട്ട് ലക്ഷ്മി ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഇതാര്? അഭയമോനോ? ഇതെപ്പോ എത്തി? ഞാൻ ദേ ഇപ്പം വന്നതേ ഉള്ളു. വീട്ടിൽ പോലും പോയില്ല, ഇങ്ങോട്ട് ആദ്യമേ വന്നേ. എനിക്ക് പ്രിയപ്പെട്ട ഒരു സാധനം ഇവിടെ ഉണ്ട്, അതെടുക്കാൻ വന്നതാ. അതെന്ത് സാധനം? അതും ഇവിടെ? ചുമ്മാ. എന്നാ ശരി, ഞാൻ എല്ലാരും ഒന്നും പോയി കണ്ടിട്ട് വരാം. ഇവൻ രണ്ടും കലിപ്പിച്ചാൻ തോന്നല്ലോ. ഹായ്, നീ എന്താ ഇവിടെ? ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഫ്രം മൈ റൂം. ഞാനെന്താ ഇവിടെ വന്നോ? ഒരാൾക്കൊരു വാക്ക് കൊടുത്തായിരുന്നു, അത് പാലിക്കാൻ വന്നതാ. പിന്നെ റൂമിൽ നിന്ന് പോകുന്ന കാര്യം ഞാൻ പോവൂല. ആരുടെയും വാക്ക് എനിക്ക് വേണ്ട. പോവാൻ നോക്ക്. പക്ഷെ എനിക്ക് വേണമല്ലോ, ഇല്ലെങ്കിൽ ഞാൻ വാക്ക് പാലിക്കാത്തവനാന്ന് എല്ലാരും പറയില്ലേ? എന്റെ പൊന്നളിയ, ഇത് ആരുടെ കല്യാണമാ? ഉറങ്ങിക്കിടന്ന് എന്നെ കുത്തി പൊക്കിയ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നേ. അത് നമ്മുടെയൊക്കെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഏതോ ഫ്രണ്ടിന്റെ മോന്റെ കല്യാണമാ. നല്ല കാര്യം. അല്ല, അതുകൊണ്ട് ആ ഓടി നടക്കുന്ന നിന്റെ അനിയത്തിയല്ലേ ആ മൊയിലും കുഞ്ഞും പോലെ ഇരിക്കുന്ന സാധനം?
ആ അതെ അതെ, പിന്നെ ഒരു ചേട്ടനും ഒരു അനിയനും ഉണ്ട്. അവരിവിടെ എവിടെയെങ്കിലൊക്കെ കാണും. നിനക്ക് 2 അനിയത്തിമാരല്ലേ? ആ അതെ അതെ. പൊന്നളിയ, ഇവിടുന്ന് മുങ്ങാമെല്ലാം പ്ലാനും നോക്കും. എനിക്കാണെങ്കിൽ ബോറടിക്കുന്നു ഇവിടെ ഇരുന്നിട്ട്. അച്ഛന്റെ കാറിന്റെ കീ ഉണ്ട് കയ്യില്, നമുക്ക് മുങ്ങിയാലോ? എന്നാ വായോ. ആ പിന്നെ കാറ് ഞാൻ ഓടിക്കണമായിരിക്കും. അഫ് കോഴ്സ്, അത് പിന്നെ പറയണോ? 18 വയസ്സായില്ലേ, പോയി ലൈസൻസ് എടുക്കാൻ നോക്ക്. നീ ഇപ്പം വരുന്നുണ്ടോ? അത് എന്നെ കൊണ്ട് ലൈസൻസ് എടുപ്പിച്ചിട്ടേ വരത്തുള്ളൂ. ഓ നാടാ നാടാ. ആരടാ അളിയാ അത്? എൻ്റെ പൊന്നളിയാ, ഇവിടുത്തെ ഒരെണ്ണത്തിന് എനിക്കറിഞ്ഞൂടാ. ആ അതാണെങ്കിൽ അതെൻ്റെ അനിയനാ, ജാസൺ. സോ ഹാൻസം. അവൻ എത്രല്ല പഠിക്കുന്നേ? അവനും ഞാനും തമ്മിലും കണ്ട് 10 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അവന് നമ്മളെ പോലെ തന്നെ +2 കഴിഞ്ഞ് നിൽക്കുക. ഇവൻ നമ്മുടെ സ്കൂളല്ലേ പഠിച്ചേ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, അവൻ ഹോം സ്കൂളിംഗ് ആയിരുന്നു. അല്ല, നീ വരുന്നുണ്ടോ മുങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്? നമുക്ക് അവനും കൂടെ കൂട്ടിയാലോ? എന്താ മോനെ അങ്ങോട്ടൊരാട്ടം? അത് പിന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് അടിച്ച് നിന്നെ നിരുത്സാഹപ്പെടുത്താൻ പറയല്ല, പക്ഷെ അവനെങ്ങനെ വളയുന്ന ടൈപ്പ് അല്ല. അവൻ സ്ട്രേറ്റ് ആണെന്നാ എനിക്ക് തോന്നേ. നീ ഇങ്ങനെ ആദ്യമേ നെഗ്ഗടിക്കല്ലേ, നമുക്ക് നോക്കാം. നീ ഇപ്പം പോയി അവനോട് നമ്മുടെ കൂടെ വരുന്നുണ്ടോന്ന് ചോദിക്കുക. അവനെ കൂടെ കൊണ്ടുപോകാനുള്ള സൂത്രപ്പണിയൊക്കെ എനിക്കറിയാം. ജാസെ, ഞാനും എൻ്റെ ഫ്രണ്ട് അച്ഛൻ്റെ കാർ എടുത്ത് വെളിയിൽ പോവാ. നീ വരുന്നുണ്ടോ? അവിടെ ആൾക്കാരൊന്നും കാണില്ല, ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവിന് പോവാ. ഞാനും വരുന്നു. അവൻ അത്രയ്ക്ക് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് ഇഷ്ടമല്ല. ഇവിടെ തന്നെ അമ്മ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. ഓഹോ, ഇവനെന്ത് മനുഷ്യവിരോധിയോ? പതുക്കെ പറയടാ, അവൻ ASD യാ, അതുകൊണ്ട് സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. ഓ നേരെ നോക്കി വണ്ടി ഓടിക്കടാ. ഓ ശരി സാർ. എനിക്ക് ജാസിനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. നിനക്ക് ഒരു സ്പോട്ട് അറിയോ ആൽബിനെ? ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട്, ടൂറിസ്റ്റ് ഏരിയ. ഇപ്പം അധികം ആൾക്കാരൊന്നും കാണില്ല, രാത്രിയായില്ലേ. എനിക്ക് ആരോടും സംസാരിക്കണ്ട. നിന്നോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയുന്നത് കേട്ടാ മതി. അതന്നെ, നീ അവനോട് സംസാരിക്കണ്ട, അവൻ പറയുന്നത് കേട്ടാ പോരെ. എന്തോന്നടാ ഇത്, സുമതി വളവോ? നീയല്ലേ പറഞ്ഞേ നിനക്ക് ജാസിനോട് സംസാരിക്കണമെന്ന്? എനിക്ക് ഇത്രയ്ക്ക് സെറ്റപ്പ് ഒക്കെ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. ആഹാ, ആ ഉള്ളതും കൊണ്ട് ഓണം പോലെ. ജാസിന് ഇങ്ങനത്തെ പ്ലേസ് ഇഷ്ടമല്ലേ? ആ കണ്ണിലറിയാം. ബൈ ദ വേ, ഐ ആം അബേ. എന്നെ ചിലപ്പോൾ ഓർമ്മ കാണും, നമ്മൾ കൊച്ചിലൊക്കെ കുറെ കളിച്ചിട്ടുള്ളയാ. തനിക്ക് പറയാനുള്ളത് പറ, എന്നിട്ട് എനിക്ക് പോകണം. എനിക്ക് തന്നെ കണ്ടപ്പം തന്നെ ഇഷ്ടമായി. ഞാൻ തൻ്റെ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ? അത് ചോദിക്കാനാ ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നത്. അത് ചോദിക്കാൻ ഇവിടം വരെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. മൈ ആൻസർ ഈസ് നോ. പക്ഷേ ഇങ്ങനെ എടുത്തടിച്ച് പറയാതെ ഒന്ന് ആലോചിച്ചിട്ട് പതുക്കെ പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല, നോ. പിന്നെ എനിക്ക് തന്നെ അറിയത്തു പോലും ഇല്ലല്ലോ. എല്ലാവരും ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടല്ലോ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരെ പരിചയപ്പെടുന്നേ. ഞാൻ താൻ വിചാരിക്കുന്നോട്ട് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പയ്യനല്ല. എനിക്ക് കുറേ ഡൗൺ ഫ്ലോസ് ഉണ്ട്. എല്ലാവർക്കും ഡൗൺ ഫ്ലോസ് ഒക്കെ ഉണ്ട്, ആരും പെർഫെക്റ്റ് അല്ല. അറ്റ്ലീസ്റ്റ് ഗിവ് മി എ ചാൻസ്. എന്നെ വിടുന്നതൊക്കെ എനിക്ക് നല്ലത്. എനിക്ക് താൻ വിചാരിക്കുന്നോട്ട് ഒരു പാർട്ട്ണർ ആവാൻ പറ്റില്ല. നീ ഇങ്ങനെ തീർത്തില്ല ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനാ? എനിക്കൊരു ചാൻസ് തന്നാലല്ലേ ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവൂ. അബേ, ഐ എം എ സെക്ഷൽ. എനിക്ക് ഗേൾസിനോടോ ബോയ്സിനോടോ സെക്ഷലി അട്രാക്ഷൻ തോന്നില്ല. നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ നിനക്ക് മെയിൻ എലമെൻറ്റ് മിസ്സാവും. അതായത് എനിക്ക് സെക്സ് ചെയ്യാൻ കഴിയില്ല. സെക്ഷലി അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ നോക്കുന്നതല്ലേ നിനക്ക് നല്ലത്. എടാ, നമുക്കൊക്കെ 18 വയസ്സല്ലേ ഉള്ളൂ, അപ്പോഴേ നീ ഇതെല്ലാം ഫിക്സ് ചെയ്തോ? ഫിക്സ് ചെയ്തതല്ല ബേ, ഇതാണ് ഞാൻ. എനിക്കത് മാറ്റാനൊക്കില്ല. ശരി, എന്നാ പോവാം. പക്ഷേ നിൻ്റെ കാര്യം ഞാൻ ഫുള്ളി വിട്ടിട്ടില്ല, എനിക്ക് കുറച്ച് റിസർച്ച് ചെയ്യാനുണ്ട്. ആ മോനെ അബേ, നീ ആൽവിനെ കാണാൻ വന്നെയാണോ? ആ അതെ ആൻറ്റി. ആൽവിൻ മോളി റൂമിലുണ്ട് മോനെ, നീ ചെല്ല്. നിന്റെ മുഖത്തെന്താ പാട്? നിന്നെ ആരെങ്കിലും തല്ലിയോ? എന്നെ ആരും തല്ലിയില്ല. നിനക്കിപ്പോ എന്തോ വേണ്ടേ? തല്ലിയില്ലെങ്കിൽ പിന്നെ എന്തോ മുഖത്ത് പാട്?
വാഷ്റൂമിൽ വീണത്. സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണ്ടേ? താഴെ വീണ് കഴിഞ്ഞാൽ കയ്യും കാലും കൊടിയില്ലേ? ഹൂ കെയർസ്? ഐ കെയർ. ലുക്ക് ജാസൺ, എനിക്ക് നിന്നെ വിടാൻ ഒരു ഉദ്ദേശവും ഇല്ല. എസെക്ഷൽ എന്ന് പറയുന്ന കാറ്റഗറിയെ കുറിച്ച് ഞാൻ കുറെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി. ഇപ്പൊ എനിക്ക് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. നിനക്ക് പ്രണയിക്കാം, പക്ഷെ സെക്സ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് അതിപ്പോ ഒരു കുഴപ്പമല്ലെങ്കിലോ? എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതിയെങ്കിലോ? ഇത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. സെക്സ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ എ റിലേഷൻഷിപ്പ്. എന്നിൽ നിന്നൊന്നും കിട്ടാതാവുമ്പോൾ നീ പതിയെ എന്നെ മടുത്തു തുടങ്ങും. ജസ്റ്റ് എനിക്കൊരു ചാൻസ് താ. എന്ത് പറഞ്ഞാലും നോ. എനിക്കൊരു ചാൻസ് തന്നാലല്ലേ അറിയാനൊക്കൂ. ഇറ്റ്സ് ജാസൺ ഫോർ യു. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. നോ ഗെറ്റ് ലോസ്റ്റ്. ഇതും പറഞ്ഞ് ഇവിടെ വന്നു പോവല്ലേ. അവസാനമായിട്ട് ചോദിക്കുക, എനിക്കൊരു ചാൻസ് തന്നൂടെ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ എത്ര നാളും കൊണ്ട് നിന്റെ പുറകിന് നടക്കുക. എനിക്കൊന്നും വേണ്ട, എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി. എത്ര നാളും കൊണ്ട് ഞാൻ നിന്റെ പുറകിന് നടക്കുക. ഞാൻ സിൻസിയറാണ്. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്. പോവാൻ നോക്ക്. എന്നാ എന്നെ ഇഷ്ടമല്ലെന്ന് പറ. എന്നാ ഞാൻ പോയിക്കോളാം. ഇഷ്ടമല്ല പോ. കണ്ണി നോക്കി പറയണം മിസ്റ്റർ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. Now get the fuck out of here. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇവിടുന്ന് പോവാൻ. മതിയായി. എനിക്ക് മതിയായി. ഞാൻ ഇനി ശല്യം ചെയ്യാൻ വരുന്നില്ല നിന്നെ. താമസിക്കാതെ ഞാൻ ഹയർ സ്റ്റഡീസിന് കാനഡയിൽ പോകും. ഇനിയൊരു ശല്യമായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ ഈ കാലത്ത് സിൻസിയറായിട്ട് പ്രണയിച്ച മൂഞ്ചത്തേ ഉള്ളൂ. ഞാൻ പോവാ. ഇനി നിനക്കൊരു ശല്യമായിട്ട് വരുന്നില്ല. ആൻഡ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. എന്നെ എതിർത്ത് സംസാരിക്കാൻ മാത്രം നീ ആയോ? ഈയിടെയായിട്ട് നിനക്ക് ഞാനൊന്നും തരുന്നില്ല. അതിൻ്റെ എല്ലാം കാണാനുണ്ട്. വിഷമിക്കണ്ട, എല്ലാത്തിനും കൂടി ഉള്ളത് ഞാൻ ഇന്ന് തരാം. ഇത് സ്ഥിരമാണെന്ന് തോന്നുന്നു. നിന്നെ അവര് തല്ലുന്നത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാതെ പോവാൻ നോക്ക്. സൗകര്യമില്ല. ഞാൻ എന്തായാലും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാരും ഞാൻ കാണിക്കാൻ പോവാ. എല്ലാരും അറിയട്ടെ അവരെന്താ നിന്നോട് കാണിക്കുന്നേന്ന്. ഞാൻ പറഞ്ഞു നിന്റെ കാര്യം നോക്കബേ. ശരിക്കും നിന്റെ പ്രശ്നം എന്താ ജാസേ? അവരുടെ അടിയിടിയും ജീവിതകാലം മൊത്തം കൊള്ളാനാണോ നിന്റെ പ്ലാന്? ആവശ്യമില്ലാതെ ഇത് ഇടപെട്ടത് വഷളാക്കലബേ. നീ വിചാരിക്കുന്ന കൂട്ടൊരു സ്ത്രീയല്ല അവര്. ഞാൻ ഇനിയും ഈ വീട്ടിൽ തന്നെ ജീവിക്കേണ്ടതാ അവരുടെ കൂടെ. നീ ഇതാരോടെങ്കിലും പറഞ്ഞ അവർക്ക് എന്നോടുള്ള ദേഷ്യം കൂടും. എന്നെ അവര് കൂടുതൽ ഉപദ്രവിക്കേ ഉള്ളൂ. ഇപ്പൊ ഇതിനെപ്പറ്റി ആരും അറിയണ്ട. പ്ലീസ് ഡോണ്ട് മേക്ക് മൈ ലൈഫ് ഡിഫിക്കൽട്ട്. ശരി, ഇതിനെപ്പറ്റി ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ്. ഞാൻ വരും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഞാൻ കാനഡയ്ക്ക് നാളെ പോവാ. പക്ഷേ ഞാൻ തിരിച്ചു വരും. അന്ന് എനിക്ക് നിന്നെ നോക്കാൻ പ്രാപ്തിയാകും. കറന്റ്ലി ഐ എം ഓൾസോ ഹെൽപ്ലെസ്. ബട്ട് ഐ പ്രോമിസ് ഞാൻ തിരിച്ചു വരും. ജസ്റ്റ് ഡോണ്ട് ഗീവ് അപ്പ്. 2 ദിവസം മുന്നേ ഞാൻ റെസ്ക്യൂ ചെയ്തൊരു കിറ്റണ ഇത്. നിനക്ക് പൂച്ച ഇഷ്ടമല്ലേ? ഇതിനെ നീ വെച്ചോ. നീ ഇവന് നല്ലൊരു പേരന്റ് ആയിരിക്കുമെന്ന് തോന്നി. ദിസ് ഈസ് എ ഗുഡ് ബൈ ഗിഫ്റ്റ് ഫ്രം മൈ സൈഡ്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ഡോണ്ട് ഗീവ് അപ്പ് പ്ലീസ്. ഞാൻ തിരിച്ചു വരും. നീ റെക്കോർഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്തേരെ. ചെയ്തു. മിൽക്കി, അതാണ് അവൻ്റെ പേര്. അവൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത്. പക്ഷെ ഞാൻ തിരിച്ചു വരും. അന്ന് ഞാൻ അവനെ ഈ നരകത്തിൽ നിന്ന് കൊണ്ടുപോകും. ഞാൻ വരുമ്പോൾ അവനെന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. മാർക്ക് മൈ വേർഡ്സ്. തുണിയൊക്കെ പാക്ക് ചെയ്ത് ലവന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. അവൻ ഇനി തിരിച്ചെപ്പം വരാനാ? പഠിച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു 5-6 വർഷം അങ്ങ് പോയി കിട്ടും. അപ്പോഴും അവൻ നിന്നെ ആലോചിച്ചിരിക്കുമെന്നാണോ നിനക്ക് തോന്നുന്നേ?
കാനഡയിൽ പോയി കഴിയുമ്പോൾ അവൻ അവിടെ നല്ല പെമ്പിള്ളാരെ ആമ്പിള്ളാരെയും കിട്ടും. അബൈ തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പൊ എങ്ങനാ പോവല്ലേ? ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എന്തിനാ ഇച്ച കള്ളം പറയുന്നേ? ഇത്രയും നാളും അബേട്ടനായിരുന്നല്ലേ ഇച്ച വെയിറ്റ് ചെയ്തേ. അമ്മയുടെ ശരിക്കത്തെ സ്വഭാവം മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് താമസിച്ചു. പക്ഷെ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ഇച്ചയുടെ തുണിയൊക്കെ ഇങ്ങനെ ബാഗിൽ വെച്ചേക്കുന്ന കണ്ട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന്. പക്ഷെ അന്നൊന്നും ഇച്ച ഒന്നും പറഞ്ഞിട്ടില്ല. ഇച്ച അബേട്ടൻ്റെ കൂടെ പോയിക്കോ, അബേട്ടൻ നല്ലയാ. വാ പോകാം. ഇനി നിന്റെ അമ്മയുടെ ശരിക്കത്തെ സ്വഭാവം അറിയാനുള്ള നിന്റെ അച്ഛനും നോയലുമാണ്. അവരെയും കൂടെ അറിയിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പം ആൽവിനോ? കാനഡയ്ക്ക് പോകുന്നതിന് മുന്നേ വീട്ടിൽ ഒരാളെങ്കിലും ഇത് അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആൽവിനോടെല്ലാം പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ ആൽവിൻ ഒരു പരിധി വരെയൊക്കെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. നിന്റെ അമ്മ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയ ചില സീൻസൊക്കെ അവനെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഒഴിവാക്കാൻ നോക്കി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവനെല്ലാം അറിയാവുന്ന. എടുക്കാനുള്ള എടുക്ക്, എന്നിട്ട് നമുക്ക് പോവാം. ഈ വീഡിയോ ആണ് ജാസിനെ അവർ ഉപദ്രവിച്ചതിന്റെ തെളിവ്. ഞാൻ ജാസിനെ ഇവിടുന്ന് കൊണ്ടുപോവാ. നിങ്ങൾക്ക് ഇവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാലും അമ്മയ്ക്ക് എങ്ങനെ തോന്നി ജാസിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അമ്മ ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് പോവില്ല. അയ്യോ മോനെ, എന്നെ ഇറക്കി വിടല്ലേ. അമ്മയോടൊന്ന് ക്ഷമിക്കേ. നിങ്ങൾ എന്നെ കരഞ്ഞൊന്നും കാണിക്കണ്ട. നോയലെ വേണ്ട, അവളെ ഇറക്കിയൊന്നും വിടണ്ട. നിനക്കറിയാലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രായമായി. ഈ വയസ്സാം കാലത്ത് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവള് ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കുമല്ല. പക്ഷേ സാറേ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലടാ. 30-35 വർഷം കൂടെ ജീവിച്ചല്ലേടാ. എനിക്ക് കഴിയില്ലടാ അവളില്ലാതെ. ഇനി അവൾ ഈ വീട്ടിൽ വേണ്ടാന്ന നിന്റെ അഭിപ്രായമെങ്കിൽ എന്നാ ഞാനും പോവും അവളുടെ കൂടെ. മക്കള് സന്തോഷത്തോടെ ഇവിടെ ജീവിച്ചോ. വേണ്ട, ഇനി നിങ്ങളങ്ങ് ഇറങ്ങിപ്പോകണ്ട. പക്ഷെ ഞാൻ അമ്മയോട് ഒരിക്കലും ക്ഷമിക്കില്ല. മോളെ കുക്കി. വേണ്ട, എന്നോട് മിണ്ടണ്ട. എനിക്കിങ്ങനെ ഒരു അമ്മയില്ല. ഇതേ നോയലെ, നീ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനും കൊച്ചും ഞങ്ങളുടെ പാട്ടിന് പോവും. ഞങ്ങളെ പെമ്പിള്ളാർക്കില്ലാത്ത ഒരുക്ക നിനക്ക്. എന്റെ പൊന്നു മീര, നീയൊന്ന് അടങ്ങ്, ഞാൻ വരുവാ. അമ്മയുടെ അതേ പകർപ്പ്. ഒന്ന് ലേറ്റ് ആയപ്പോഴത്തേക്ക് മുഖവും ചുളിച്ചിരിക്കുന്നുണ്ടില്ല അവള്. അല്ല പിന്നെ മനുഷ്യന് ദേഷ്യം വരില്ലേ? നിന്റെ ഒരുക്കം കണ്ടാതൊന്ന് നിന്നെ രണ്ടാമത് കെട്ടിക്കാൻ പോവാന്ന്. എന്റെ പെണ്ണെ ഒന്ന് നിർത്ത്, വാ പോകാം. നശിപ്പിച്ച് എന്തുവാടാ നീ നശിപ്പിച്ച്? എന്റെ കർത്താവേ, ആ കേക്ക് നീ നശിപ്പിച്ച. നീയാണ് സത്യം. ഞാൻ അത് തൊട്ടിട്ടില്ല. ഞാൻ അതിന്റെ അടുത്തൂടെ പോയതേ ഉള്ളു. അപ്പോഴേ ആ കേക്ക് താഴെ വീണു. നിന്റെ തലവട്ടം കണ്ടാ മതി സാധനങ്ങൾ നശിക്കാൻ. നിന്നോട് ഞാൻ ആ കേക്കിന്റെ അടുത്തൂടെ പോലും പോവല്ലെന്നല്ലേ പറഞ്ഞേ? സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഇനി അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പരിപാടിക്ക് ഇനി ഒരു 4 മണിക്കൂറും കൂടെ സമയമുണ്ട്. അതിനു മുന്നേ നമുക്കൊരു കേക്ക് സെറ്റ് ആക്കണം. അതിനുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പം. അതന്നെ ജാസ് പറഞ്ഞു. ശരി, മിണ്ടല്ല നീ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് സെല് ചെയ്യുന്നതാ. അവന്റെ കയ്യിൽ ഒരു സ്പെയർ കേക്ക് കാണാതിരിക്കില്ല. എന്നാ നിന്റെ ഫ്രണ്ടിനോടൊന്ന് ചോദിച്ചു നോക്ക്. അവരുടെ ഫോട്ടോഷൂട്ട് ഏകദേശം കഴിയാറായി. കേക്കൊക്കെ സെറ്റ് അല്ലേ? കേക്കൊക്കെ സെറ്റാണ് മോനെ.
രണ്ടുപേരും സന്തോഷമായി ജീവിക്കേ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അമ്മ വന്നില്ലേ? ഇല്ല, വന്നില്ല. അച്ഛൻ മാത്രമേ ഉള്ളൂ. കൂക്കി പറഞ്ഞ് വന്നേക്കല്ലെന്ന് അമ്മയോട്. ആ, അതെന്തായാലും നന്നായി. അവർക്കിത് കാണാനുള്ള അർഹതയില്ല. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയാം നിനക്ക്? ഇപ്പം നമുക്ക് 26 വയസ്സ്. ഒരു 7-8 വർഷം മുന്നേ നമുക്ക് 18 വയസ്സുള്ളപ്പം നീ ഇവിടെ വെച്ച എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ ഇതേ ദിവസം. ആഹാ, എല്ലാം ഓർമ്മയുണ്ടല്ലോ. അബേ, നമ്മൾ ലിവിങ് ടുഗെദറിലായിട്ട് ഇപ്പം ഏകദേശം 2 വർഷമാവുന്നു. നിനക്ക് മടുപ്പ് തോന്നില്ലേ? നിനക്ക് എന്ത് കിട്ടുന്ന അബേ എന്നിൽ നിന്ന്? നിന്നിൽ നിന്ന് എനിക്ക് എന്താണ് കിട്ടാത്തത്? സ്നേഹം, പിന്നെ ഒരു പാർട്ട്ണറിൽ നിന്ന് കിട്ടേണ്ട കെയർ എല്ലാം കിട്ടുന്നില്ലേ? അതൊക്കെ മതിയടാ എനിക്ക്. ഐ എം സാറ്റിസ്ഫൈഡ്. ഞാൻ ഹാപ്പിയാണ്. നീ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ബട്ട് വാട്ട് അബൌട്ട് യുവർ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ? അതിനെക്കുറിച്ച് നീ ഓർത്ത് വേറിഡ് ആവണ്ട. എനിക്ക് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ആവുകയാണെങ്കിൽ ഞാൻ സെൽഫ് എടുത്തോളാം. ഫോർ മീ സെക്സ് ഇമ്പോർട്ടൻ്റ് അല്ല. എനിക്ക് നീയും നിന്റെ സ്നേഹമാണ് വലുത്. എനിക്കത് മാത്രം തന്നാൽ മതി, നിന്റെ സ്നേഹം. അതാണ് എനിക്ക് വേണ്ടിയത്. നീ അത്രയ്ക്ക് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല. ബട്ട് സ്റ്റിൽ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ആർ ഗീവിങ് മീ. എനിക്കിങ്ങനെ ഇതുപോലെ മുന്നോട്ട് നിന്റെ കൂടെ ജീവിച്ചാൽ മതി. നിന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് അബേ. ഞാൻ എപ്പോഴും ഇതൊന്നും പറയാറില്ല. ബട്ട് ഐ റിയലി ലവ് യു. യു മീൻ ദി വേൾഡ് ടു മീ. ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി. അബേ, നീ എപ്പോഴും സെൽഫ് എടുക്കണമെന്നില്ല. ഞാനത് എൻജോയ് ചെയ്യില്ലായിരിക്കും, പക്ഷേ നിനക്ക് വേണ്ടി ഐ എം വില്ലിങ് ടു ഡു ഇറ്റ് വിത്ത് യു. വേണ്ട, നീ എൻജോയ് ചെയ്യാത്തൊന്നും എനിക്കും വേണ്ട. അബേ, ഇറ്റ്സ് ഓക്കെ. ഞാൻ സിൻസിയറായിട്ട് പറയുക. വൺസ് ഇൻ എ വീക്ക് ഇറ്റ് വിൽ ബി ഫൈൻ ഫോർ മീ. ശരി, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആ കാര്യം അങ്ങ് വിട്ടേരിപ്പം.